أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين من أشد أمتي لي حب الناس يكونون بعدي يود أحدهم لو رآني بأهله وماله كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا وافر الياسين كلي وافرا يا أكرم الثقلين يا كنز الورى يا أكرم الثقلين يا كنز الورى يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برواك يا سيدي مددي سندي يا عددي مؤيدي مددي عمدي لا شددي مسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها غر المباء حاتما
المصطفى والمرتضى وابناهما والفاطمة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى واصنع لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا ثم النبي بكر والنمر وأنني عثمان الكرم مولاي صل وسلم دائما أبدا للخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاصر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അള്ളാഹുവിന്റെ പരിശുദ്ധ മക്കത്തും മദീനത്തും പോയി പരിശുദ്ധമായ ഉംറയും സിയാറത്തും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി തന്നെ തന്റെ ഷെഡ്യൂളുകളൊക്കെ മാറ്റിവെച്ച് അൽഹംദുലില്ലാഹ് ഇതിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ നിങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങൾക്കും ഒരു ആത്മീയ സാന്നിധ്യവും ഒരു സായുജ്യവും ഒരു സംതൃപ്തിയും ഒക്കെ നൽകുന്ന കേരളത്തിന് അല്ലാഹു നൽകിയ സയ്യിദ് പരമ്പരയിലെ വരദാനം സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ തങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടെ സ്വാഗതം ആശംസിച്ച മർസൂഖ് ജമലുൽ തങ്ങൾ സയ്യിദ് കുടുംബത്തിലെ ഒരുപാട് പ്രമുഖ പ്രാധാന്യ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലുണ്ട്. അങ്ങനെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ റബീ പ്രഭാഷണം എന്ന ശീർഷകത്തിന് താഴെ ഈ പ്രോഗ്രാമിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാനനും ആദിനുമായ ഇതിന്റെ അധ്യക്ഷൻ അച്ചമ്പാട്ട് ബാബ ഹാജി സാഹിബ്, മറ്റീ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, പൊതുപ്രവർത്തകർ, SKSSFിന്റെയും സമസ്തയുടെ മറ്റ് പോഷക പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തന മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്റെ പ്രിയങ്കരനായ സഹോദരൻ സുഹൃത്ത് സിയാദ് മുഹമ്മദ്, ഉമർ അലി ശിഹാബ്, അങ്ങനെ തുടങ്ങിയ മറ്റ് പ്രമുഖ കൂട്ടുകാരെ, വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ നേരത്തെ തന്നെ ഈ പ്രോഗ്രാമിൽ സംഗമിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾ ഇവിടെയുണ്ട് എന്നെനിക്കറിയാം. അല്ലെങ്കിലും സയ്യിദന്മാരുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലത്ത് മതവും ആദർശവും മറന്നുകൊണ്ടുള്ള ഒരു ഒത്തൊരുമ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മനോഹരമായ പ്രദേശത്തുമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർക്കെല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്. പരമാവധി നാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യ റബീ പ്രഭാഷണം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മഹനീയമായ വേദി അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാം ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ നല്ല വേദിയുടെ പോരിശ കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരട്ടെ.
സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കച്ചേരിക്കുന്ന് ശാഖയിലെ ഈ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നടത്തുന്ന പ്രോഗ്രാമിൽ സഹകരിച്ചതിന്റെ സംഗമിച്ചതിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു പാപങ്ങൾ പുറത്ത് പാപരഹിതമായ ജീവിതത്തിന്റെ തിളക്കമാർന്ന വഴി നമുക്ക് തെളിച്ചു തരട്ടെ. ക്ലാസ് റൂമിലൂടെ നമ്മുടെ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു മദീനയിലേക്ക് മനസ്സുകൊണ്ട് പറന്നു പോകാനുള്ള ആത്മീയ വെളിച്ചം അല്ലാഹു പകർന്നു കൊടുക്കട്ടെ. ആത്മീയ നായകനായി നാം കൊണ്ടു നടക്കുന്ന ബഹുമാനം ആദ്യമായ ചെറുശ്ശേരി ഉസ്താദ് ശാരീരികമായ കുറെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ വലിയ മജ്‌ലിസിന്റെ പോരിഷ കൊണ്ട് പൂർണ്ണമായ ആഫിയത്ത് ഉസ്താദിന് മടക്കി കൊടുക്കട്ടെ. സമസ്തയുടെ മനോഹരമായ സമ്മേളനം നടക്കാനിരിക്കുമ്പോൾ ഉസ്താദിന്റെ ശരീരത്തിനൊരു കേടുപാടും കൊടുക്കാതെ, മനസ്സിനൊരു സങ്കടവും തട്ടാതെ പൂർണ്ണമായും അതിന് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നേതൃത്വം തരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ സയ്യിദുവറുകൾ വളരെ നാളുകൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷമാണ് ഈ പ്രോഗ്രാം തങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷെ നമുക്ക് പ്രോഗ്രാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ് അടുത്ത വർഷമാകട്ടെ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ജിയാദുമായി ബന്ധപ്പെട്ട ആ ഡേറ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്തതാണ്. നാളെയും അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാന്മാരുടെ പൊരുത്തവും. ഞാൻ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ കുടുംബത്തിലെ സയ്യിദന്മാരടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പള്ളിയിൽ സിയാറത്ത് നടത്തിയിട്ടാണ് ഈ മഹനീയ വേദിയിലേക്ക് വന്നത്. പിന്നെ തങ്ങളുടെ ദുആ അൽഹംദുലില്ലാഹ്. ഏതായാലും അല്ലാഹു പടച്ചതമ്പുരാൻ മനസ്സിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ സമയം വൈകിക്കാതെ കഥ പറയുന്ന മദീന എന്ന എന്റെ ഈ വർഷം മുതൽ ഇനി അങ്ങോട്ടുള്ള റബീഉൽ അവ്വലിന്റെ റബീഉ പ്രഭാഷണങ്ങളിലെല്ലാം ഈ വിഷയമായിരിക്കും. കഥ പറയുന്ന മദീന. അതിന്റെ ഒന്നാം ഭാഗം, രണ്ടാം ഭാഗമാണ് മദീനയുടെ മനോഹരമായ വഴിത്താരകൾ. സിയാറത്തിന് പോകുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന ആയിരക്കണക്കിന് ചരിത്ര സംഭവങ്ങൾ ഈ സമുദായം മനസ്സിരുത്തി പഠിക്കാൻ പോകുന്നു, മനസ്സിലാക്കാൻ പോകുന്നു. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണം കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിത്വമാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നൊരു നീതി എന്ന് പറയുന്ന രണ്ട് മഹത്തായ അക്ഷരങ്ങളാണ്. ഈ കാലഘട്ടത്തിന് നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും മഹത്തായ ഒരു നിധിയാണ് നീതി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിൽ ആ നീതിയുടെ പുൽകോവൽ ചരിത്രത്തിലൂടെ വായിച്ചറിഞ്ഞ ഇന്ത്യ രാജ്യത്തിന്റെ നെറുകയിൽ ജീവിച്ച മഹാത്മാഗാന്ധി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തിന്റെ സമാധാനം, സഹിഷ്ണുത, സമത്വം, സന്തോഷം, സംതൃപ്തി അത് മടക്കിക്കൊണ്ടുവരണമെങ്കിൽ ഒരു ഉമറിന്റെ ഭരണമാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞുപോയത്. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു മഹാത്മാഗാന്ധിയുടെ വാക്ക് നമുക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും സാഹോദര്യത്തിന്റെ ഭൂമിനാഥ് ലോകാവസാനം വരെ തെളിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ നഗരിയിൽ അത് നമുക്ക് പറയൽ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ മനോഹരമായ പ്രതിധ്വനി കേട്ട് മടങ്ങി വരുന്നതിന് മുമ്പ് ചെയ്തുപോയ തെറ്റിന്റെ കൂട്ടത്തിലുള്ള ഒരു വലിയ തെറ്റ് ചെയ്യാനാണ് ഉരുപിടിച്ച വാളുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മുഹമ്മദ് എന്ന പ്രവാചകന്റെ തലയെടുക്കാനായി ഉമർ റളിയല്ലാഹു അൻഹു മക്ക പർവ്വതങ്ങളെ കിടകിടാവിറപ്പിച്ചുകൊണ്ട് കടന്നുപോയതെന്ന് നമുക്കറിയാം. എല്ലാവർക്കും അറിയാം, ആ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രക്തമതിൽ പുരളാതെ ഒരിക്കലും അത് മടങ്ങിവെച്ച ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കണ്ടുവരില്ല. എങ്കിൽ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദിനെ കൊല്ലുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ഊരിപ്പിടിച്ച വാളുമായി കടന്നു ചെല്ലുമോ മക്കാ മണ്ണിന്റെ നാലു ഭാഗത്തുമുള്ള ജനങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആശങ്കാകുലരായി ഓടി വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന
പ്രസ്ഥാനത്തിന്റെ സംഭവം ഇന്ന് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ആവേശഭരിതരായി നിൽക്കുമ്പോ, ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പൊട്ടിക്കരയുമ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മക്കയുടെ അന്തരീക്ഷം കാതോർത്തിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിന്റെ നറുമണം ഒരു ഭൂമിനാവ് പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന യേശുവിന്റെ മനസ്സിനെ കീഴടക്കിയപ്പോ ആ വാളുകളിലേക്ക് മനുഷ്യരെന്നുകൊണ്ട് പ്രവാചക സാന്നിധ്യത്തിൽ വന്ന് വാരിപ്പുറന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിനെ ഊരിവിട്ടുകൊണ്ട് വാരിപ്പുറന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ തീരുനാളം ആ ദിവസം മുതൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചുകൊടുത്തുവെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അന്നും ഇന്നും എന്നും ഈ സമുദായത്തിന് വളരെ ആവേശമാണെങ്കിൽ ആ ധീരനായ ആ വിജയേശ്വരായ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്താൻ ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് ഒരു കുതിരക്കുട്ടിയെ പോലെ പ്രഖ്യാപനം നടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് എപ്പോഴും ചോദിച്ചിരുന്ന ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ടേ ആഗ്രഹങ്ങൾ എന്തായിരുന്നു? അള്ളാഹുവിനോട് എപ്പോഴും ആവശ്യപ്പെട്ടിരുന്ന, അള്ളാഹുവിനോട് തന്റെ പ്രാർത്ഥനകളിൽ ചോദിച്ചിരുന്ന, അള്ളാഹുവിനോട് പാതിരാ സമയത്ത് കരമുയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോഴും തന്റെ ശരീരത്തെ വിചാരണ നടത്തി ചാട്ടമാറുകൊണ്ട് അടിച്ചിട്ട് ആ തളർന്നുപോലെ ശരീരം അവസാനം തേങ്ങിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥന നടത്തുമ്പോഴുമെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുന്നതായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. ആ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ മനോഹരമായ കച്ചേരിക്കുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനോഹരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഒന്ന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായും ദുആ ചെയ്തിരുന്ന ഒന്നാമത്തെ കാര്യം അല്ലാഹുമ്മ റബ്ബുനി ഷഹാദത്തുൻ ഫീ സബീലിക, അല്ലാഹുവേ പടച്ചവനെ എനിക്ക് എങ്ങനെയെങ്കിലുമുള്ള ഒരു മരണം നീ തന്നാ പോലെ പടച്ചവനെ. എന്റെ ആയുസ് തീരുമ്പോ 70 ആകട്ടെ 80 ആകട്ടെ 100 ആകട്ടെ, എന്റെ ഈ ഭൗതിക ലോകത്ത് നീ എനിക്ക് ഈ ഉമറിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു ആയുസുണ്ടല്ലോ, ആ ആയുസ് തീരുമ്പോ എവിടെയെങ്കിലും സുഖമില്ലാതെ കിടന്ന് മരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ മരണം എനിക്ക് തരല്ലേ പടച്ചവനെ, എനിക്ക് നീ തരേണ്ട മരണമെന്ന് പറയുന്നത് ആയിരക്കണക്കിന് മാലാഖമാർ ആകാശ ലോകത്തിരുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്റെ മയ്യത്തിനെ കൊണ്ടുപോകുന്ന ശുഹദാഇന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പാറിപ്പറക്കുന്ന പച്ചക്കിളിയാകാനുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഒന്നാമത് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ രണ്ടാമത്തെ ആഗ്രഹം എന്താ എന്ന് പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്താ? ആ ഒരു രണ്ടാമത്തെ ആഗ്രഹത്തിലൂടെ ഈ മനോഹരമായ കച്ചേരിക്കുന്ന കടവന്റെ നഗരത്തിലൊക്കെ ചേരിക്കുന്നതിൽ വന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ആത്മീയ ചിറക് മുളയ്ക്കാൻ പോവുകയാ. ആ രണ്ടാമത്തെ ആഗ്രഹം ഞാൻ പറയുന്നതിലൂടെ എന്റെ ഈ പാരാവാരം പോലെ മനോഹരമായ ഈ പ്രദേശത്ത് ധരിച്ചുകൂടിയ ജനസാഗരം മനസ്സുകൊണ്ട് ഒരു വലിയ യാത്ര നടത്താൻ പോവുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചതമ്പുരാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്ന രണ്ടാമത്തെ ആഗ്രഹമുണ്ടാ, അല്ലാഹുമ്മ ജഅൽ മൗതി ഫീ ബലദി റസൂലിക യാ അല്ലാഹ്. പടച്ചവനെ, ഈ ഉമർ എവിടെയെങ്കിലും മരിക്കുകയാണെങ്കിൽ ദുനിയാവിൽ നിനക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട് അല്ലാഹ്, ദുനിയാവിൽ അറേബ്യൻ മണ്ണിൽ എത്രയോ സ്ഥലങ്ങളുണ്ട് പടച്ചവനെ. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെയെങ്കിലും മരിച്ചു വീഴുകയാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആകാശത്തെ പടക്കാൻ കാരണക്കാരനായ, ഈ ഭൂമിയെ പടക്കാൻ കാരണക്കാരനായ, ഈ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹ കേന്ദ്ര ബിന്ദുവായ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ മദീന എന്ന് പറയുന്ന നാടുണ്ടല്ലോ, കണ്ടാലും 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 മതിവരാത്ത മദീനയുണ്ടല്ലോ, കേട്ടാലും കേട്ടാലും കൊതിരാത്ത മദീനയുടെ മണ്ണുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ പാവപ്പെട്ട ഉമറിന്റെ ജീവിതത്തിലെ ആഗ്രഹമാണ് ഒരു പിടിച്ച വാളുമായി റസൂലിന്റെ തലവെട്ടാനോടി പോയപ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല മഹത്വത്തെ. ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം നിന്നുകൊണ്ട് ആരംഭ റസൂൽ ഭ്രാന്തനാണെന്ന് വിളിച്ചപ്പോ അത് കേട്ടുകൊണ്ട് ഒന്നും മറുപടി പറയാതെ കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നുപോയ എന്റെ മക്കൾ
കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് പേടിയാണ്. അന്നറിഞ്ഞില്ല റബ്ബേ, ഈ പ്രവാചകന്റെ മഹനീയമായ സാന്നിധ്യത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ല പടച്ചവനെ. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞില്ല തമ്പുരാനെ, അറിഞ്ഞില്ല റഹ്മാനെ. എന്റെ ഉന്നതനം തരികയാണെങ്കിലല്ലോ അത് ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള, ലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള, ലോകത്ത് ഏറ്റവും വലിയ ആത്മീയതയുള്ള, ലോകത്ത് ഏറ്റവും വലിയ ആത്മീയ സൗന്ദര്യങ്ങളുടെ കേന്ദ്രബിന്ദുവായ ആ മദീനയിൽ വെച്ചല്ലാതെ എന്നെ മരിപ്പിക്കല്ല അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ നീ പറയുന്നത് പൊന്നുമോനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ ഇന്ന് മദീന എന്ന് പറയുമ്പോൾ ചെറുച്ചിരി വരുന്നവരുണ്ട്? ഇന്ന് മദീന എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അകത്തൊരു അലഭാവത്തിന്റെ ചിന്ത വരുന്നവരുണ്ട്. ആരാ ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയെ കുറിച്ച് ബോധമില്ലാത്തയാളാണോ? ഉമർ റളിയല്ലാഹു അൻഹു മദീനയെ കുറിച്ച് അറിയാത്ത ആളാണോ? ഉമർ റളിയല്ലാഹു അൻഹു മദീനയെ കുറിച്ച് പഠിക്കാത്ത ആളാണോ? പലപ്പോഴും ആ മദീനയുടെ മുറ്റത്തിരുന്നു കൊണ്ടൊരു കൊച്ചുകുട്ടിയെ പോലെ തേങ്ങിക്കരഞ്ഞിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മദീനയിലേക്ക് സ്പർശനത്തോടെ അടുത്തു കിടന്നിരുന്ന നിമിഷങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഈ സമുദായത്തിന് മദീനയെ കുറിച്ചൊരു ബോധം കൊടുക്കണയല്ല. ഈ സമുദായത്തിന് മദീനയോടൊരു മഹബത്ത് കൊടുക്കണയല്ല. പ്രത്യേകിച്ച് ഇന്നും നാളെ ഈ മനോഹരമായ കഥ പറയുന്ന മദീന എന്ന് കേൾക്കാം. ഈ മനോഹരമായ സ്ഥലത്തേക്ക് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ കേട്ട് ആസ്വാദനത്തിന്റെ മനസ്സുണ്ടാക്കി മടങ്ങിപ്പോകാൻ ആവേശത്തോടെ തടിച്ചുകൂടിയ ഈ ജനവിഭാഗങ്ങളെ പടച്ചവന് മദീന കാണിക്കാറ് മരിപ്പിക്കല്ല അല്ലോ. മദീനയിൽ പോയി മടങ്ങി വരുമ്പോ മഹാന്മാര് ചൊല്ലാൻ പറഞ്ഞിരുന്ന ദുആ എന്തെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ? മദീനത്ത് പോയിട്ട് മടങ്ങി വരുമ്പോ നമ്മൾ പറയാനുള്ള പ്രാർത്ഥന എന്താണെന്നറിയോ പെങ്ങളെ? മദീനത്ത് പോയി മടങ്ങി വരുമ്പോ നമ്മൾ പറയാനുള്ള ദുആ എന്തെന്നറിയോ സഹോദരങ്ങളെ? ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആ ദുആ ചൊല്ലി മദീനയുടെ മുറ്റത്ത് എത്ര പ്രാവശ്യമാണ് ബോധം കെട്ടി വീണത്? ആ മദീനയുടെ മുറ്റത്തിരുന്ന് മടങ്ങി വരുമ്പോ പറയാനുള്ള ദുആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞ് പല പ്രാവശ്യം ബോധം കെട്ടി വീണു പോയതാ. മഹാന്മാരെത്രയാ, ആരിഫീങ്ങൾ എത്രയാ, ഔലിയാക്കൾ എത്രയാ, കഴിയില്ല പ്രിയപ്പെട്ടവരെ, കഴിയില്ല. ആ മദീനയുടെ മഹത്വത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുക? പക്ഷെ മടങ്ങാതെ നിവർത്തിയില്ലല്ലോ, മടങ്ങി വരാതെ നിർവാഹമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യനാട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോ ചെല്ലാനുള്ള ദുആ എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹ്ദി ബിഹറമി റസൂലിക യാ അല്ലാഹ്. പടച്ചവനെ, ഈ മദീന വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ മനസ്സ് ഈ മദീനയുടെ മണ്ണിലേക്ക് ചേർന്നുപോയി പടച്ചവനെ, ചേർന്നുപോയി തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹ്ദി ബിഹറമി റസൂലിക യാ അല്ലാഹ്. പടച്ചവനെ, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ മദീന യാത്രയാക്കല്ലേ അല്ലാഹ്. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. എന്റെ ഭാര്യയുടെ, എന്റെ മക്കളുടെ, എന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. പക്ഷെ അല്ലാഹുവേ, ഇതെന്റെ അവസാനത്തെ യാത്രയാക്കല്ല തമ്പുരാനെ. പടച്ചവനെ, പെട്ടെന്ന് തന്നെ വൈകാതെ താമസിക്കാതെ പെട്ടെന്ന് തന്നെ മനോഹരമായ മദീനയുടെ പുളകം ആസ്വദിക്കാൻ എനിക്ക് ഭാഗ്യം നീ തരണം തമ്പുരാനെ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടാണ് ആശിക്കീങ്ങളും അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരും അവിടുന്ന് മടങ്ങി വരാനുള്ളതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ കടലുണ്ട് നഗരത്തെ മനോഹരമായ റസൂലിന്റെ പാദസ്പർശനം കൊണ്ട് പുളകം കൊണ്ട് മദീനയുടെ മണ്ണിന്റെ മകത്വമറിയുന്ന സയ്യിദന്മാരുടെ തണലിന് താഴെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തഹത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നവരെ. പാലക്കാട് കുടുംബം വരുന്നു എന്ന് പറയുമ്പോ ഓടിപ്പോയാ കൈമുത്തുന്നതെന്തിനാ? 5 വയസ്സുള്ള സയ്യിദ് കുടുംബത്തിലെ ഒരാള് സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റളിയല്ലാഹു മർക്കദ് ഹോറുകള് സുഖമില്ലാതിരുന്ന സമയത്ത് പോലും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആ പൊന്നുമോനെ ആദരിച്ചതെന്തുകൊണ്ടാ? അത് മദീനയുടെ മഹത്വമാണ്, അത് മദീനയുടെ പുണ്യമാണ്, അത് മദീനയുടെ മണവാളന്റെ മാഹാത്മ്യത്തിന്റെ ഒരിക്കലും പറഞ്ഞാ തീരാതാവാക്യമായ അനുഭൂതിയുടെ പ്രകാശമാണ് പ്രിയപ്പെട്ടവരെ, പ്രകാശമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ മുറ്റത്തിരുന്ന് പറയുന്നു, റബ്ബേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയാക്കല്ലേ അല്ലാഹ്. ഇനിയും പെട്ടെന്ന് ഇവിടേക്ക് മടങ്ങി വരാനുള്ള മഹാഭാഗ്യം നീ തരണേ അല്ലാഹ്. ചില ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഹജ്ജിന് പോയാ മദീനത്ത് പോവില്ല,
ഞങ്ങൾ ഹജ്ജിന് പോയാ മദീനത്ത് പോകൂല, എന്റെ അവളില്ല നൽകീന, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾക്കറിയാത്തത് കൊണ്ടല്ലേ, നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ പോകുന്നത് അമൽ ചെയ്യാനുള്ള പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന, അവിടെ പോയി കുറെ നമസ്കരിച്ചിട്ട് കണക്ക് ഡയറിക്കകത്ത് എഴുതി വെക്കാനല്ല മദീനത്ത് പോകുന്നത്. പിന്നെയോ മദീന പ്രേമ സാഫല്യത്തിന്റെ, സ്നേഹ സായുജ്യത്തിന്റെ, അനുരാഗത്തിന്റെ പേമാരി പെയ്യിപ്പിക്കുന്ന പുണ്യസ്ഥലമാണ്. ആശിക്കീകൾക്കല്ലാതെ, സ്നേഹിക്കുന്നവർക്കല്ലാതെ, പ്രേമിക്കുന്നവർക്കല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് ലയിച്ച് അലിഞ്ഞ് ചേരുന്നവർക്കല്ലാതെ മദീനയിൽ സ്ഥാനമില്ല. അതുകൊണ്ട് ചില ആളുകൾ പറയും ഞങ്ങൾ മദീനത്ത് പോവില്ല, നിങ്ങൾ മക്കത്ത് പോയി മടങ്ങി വരുന്നവരാണ്, സൗകര്യം കിട്ടിയാലും പണം കിട്ടിയാലും ഞങ്ങൾ മദീനത്ത് പോവില്ല എന്ന് പറയുന്നവരെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ടോ? എന്തെന്നറിയോ? അതിന് ഉസ്താദുമാർക്ക് മറുപടി പറയണ്ട, അതിന് ഉസ്താദുമാര് മറുപടി പറയണ്ട, അതിന് സമസ്ത മറുപടി പറയണ്ട, അതിന് SKSS മറുപടി പറയണ്ട. ലോകനായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറുപടി പറഞ്ഞതെന്തെന്നറിയോ? അൽ മദീനത്തു ഖൈറുൽ ലഹും, എന്റെ ഉമ്മത്തെ, എന്റെ ഉമ്മത്തെ, നിങ്ങളെ വിളിച്ചുകൊണ്ട് മുത്ത് റസൂല് പറയുന്നു, ഉമ്മത്തെ അൽ മദീനത്തു ഖൈറുൽ ലഹും, മദീന നിങ്ങൾക്ക് ഖൈറാണ്, മദീന നിങ്ങൾക്ക് ഖൈറാണ്, മദീന നിങ്ങൾക്ക് ഖൈറാണ്. എന്തിലും ഖൈറാണ്, ഏത് വിധേനയും ഖൈറാണ്, ഏത് രൂപത്തിലും ഖൈറാണ്. ലൗകാനൂ യഅലമൂ, നിങ്ങൾ അറിവുള്ളവരാണോ, നിങ്ങൾ കഴിവുള്ളവരാണോ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണോ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ബോധമുള്ളവരാണോ, എങ്കിൽ നിങ്ങൾക്ക് മദീന ഖൈറാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. അറിവുള്ളാണ് നിങ്ങൾ തീനറാണ്. എന്നിട്ട് നബിതങ്ങൾ പറയുന്നില്ല എനിക്ക് മദീന വേണ്ട എന്ന് പറഞ്ഞ ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ മനസ്സിലാക്കിക്കോ എന്റെ പ്രിയപ്പെട്ട കോഴിക്കോടുകാരാ, അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് ഈ വന്നില്ലല്ലോ, നീ മക്കത്ത് വന്നിട്ട് എന്നെ ഒന്ന് കാണാമെന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് സങ്കടപ്പെടൂല. എന്റെ പെങ്ങളെ, ഒരു പരിവേദന പോലും മുത്ത് ഹബീബിന്റെ കൽവിനകത്തുണ്ടാവൂല. നീ മക്കത്ത് വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ, എത്ര സൗകര്യം കിട്ടി മദീനത്ത് വരാ, എന്നിട്ടും മദീനത്ത് വന്നില്ലല്ലോ. ആരംഭ റസൂലിന്റെ മനസ്സൊന്ന് സങ്കടപ്പെടൂല. ആ മുത്ത് റസൂല് പറയുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും മദീന വേണ്ട, അല്ലാഹു പടച്ചതമ്പുരാ നിങ്ങളെക്കാൾ സ്വാലിഹീങ്ങളായ നല്ല ആളുകള് മദീനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമെന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ. മദീന വേണ്ട എന്ന് പറയുന്നവരെ, മുത്തുനബിയെ വേണ്ട എന്ന് പറയുന്നവരെ, റൗള ശരീഫ് വേണ്ട എന്ന് പറയുന്നവരെ, മസ്ജിദ് നബവിയിൽ പോകൂല എന്ന് പറയുന്നവരെ, നിങ്ങളോട് വെല്ലുവിളിയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ പടച്ചവനെന്തിനാ, നിങ്ങളൊക്കെ നല്ലവരെ ആ മദീനക്ക് വേണ്ടിയിട്ട് അല്ലാഹു റബ്ബിൽ തിരഞ്ഞെടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ, ആ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഈ സാധുക്കളായ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഓട്ടം ഓടിക്കുന്നവരുണ്ട്, മദീനത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല. മത്സ്യക്കച്ചവടത്തിന് പോകുന്നവരുണ്ട്, പൈസ കൂട്ടി വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലൊന്ന് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചോർന്നു നിൽക്കുന്ന കൂരക്കകത്ത് ഈ കാലഘട്ടത്തിലും കഴിയുന്ന സാധുക്കളുണ്ട്, സാധിച്ചിട്ടില്ല പോകാൻ മദീനത്ത്. എത്രയോ ഉമ്മമാരുണ്ട്, സാരേ ദ്വാരക്കണം മക്കയൊന്ന് കാണാൻ, മദീനയൊന്ന് കാണാൻ. അനുരാഗത്തിന്റെ അലമാലകൾ അലകല്ലുന്ന മദീനയുടെ റൗളാ ശരീഫിന്റെ ചുറ്റുവട്ടത്ത് പാറിപ്പറക്കുന്ന പിറാവിന്റെ പാടത്ത് വന്നിരുന്ന് വലുതുള്ളി കണ്ണീരെടുക്കിയിട്ട് ആ മദീനയുടെ മുറ്റത്തിലും നിന്ന് തേങ്ങിക്കരയാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ഉസ്താദ് ആരക്കണമെന്ന് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, ആ മദീന ഞങ്ങളോട് പറയുന്ന കഥ കേൾക്കുമ്പോ ഞങ്ങളുടെ മനസ്സിനെ നീ മദീനയിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. വെറുതെ എങ്ങ് മദീനത്ത് പോയാൽ പോരാ, നമ്മളിന്ന് മദീനത്ത് പോകുന്നത് എന്തിനാ? മക്കത്ത് മദീനത്തിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ പോകുന്നത് നല്ല ഡബിൾ ക്യാമറയുള്ള മൊബൈൽ, നല്ല ക്ലിയറുള്ള മൊബൈലൊക്കെ കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ സാധാരണ കല്യാണത്തിനും മതപ്രസംഗത്തിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്ന അതേ ലാഘവം മക്കത്തും മദീനത്തും ഏറ്റവും അധികം അതേ ലാഘവത്തോടുകൂടി കാണുന്നത് കേരളത്തിൽ നിന്ന് പോകുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളിലും മാത്രമാണ്.
ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടാവൂല. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോകുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരിക്കൽ കണ്ടത് റൗള ശരീഫിന്റെ എന്താണ് റിയാദ് ജന്നുണ്ട്, ഒരു പ്രത്യേകമായ സ്ഥലം. അവിടെ നിന്നിട്ടൊരു തമിഴൻ ദുആ ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, അയാളുടെ നിപ്പും അയാളുടെ ദുആയും കണ്ടാൽ തന്നെ നമ്മളെ ചങ്ക് പൊട്ടിപ്പോകും. അദ്ദേഹം പറയുന്നു, നാദാ, ഇതെന്ത് സ്ഥലമാണ് റബ്ബേ, അല്ലേ, ഏത് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് പാക്കറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് അല്ലാഹുവിനോട് ഇങ്ങനെ കരഞ്ഞു. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിയാദുൽ ജന്ന എന്ന് പറഞ്ഞ ആ പുണ്യ സ്ഥലത്ത് അദ്ദേഹത്തിന് 2 മിനിറ്റ് നിൽക്കാനൊരു ഭാഗ്യം കിട്ടിയപ്പോ സഹിക്കാനാവാതെ കരഞ്ഞു. നമ്മളാണെങ്കിലോ റിയാദയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാട്സപ്പിൽ ഫോട്ടോ ഇടും, ഐ ആം ഗോയിങ് ടു റിയാദുൽ ജന്ന. അപ്പൊ നാട്ടിലുള്ള ചെറുപ്പക്കാരും വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ കണ്ടു അവങ്ങെത്തിയാണ്. അൽഹംദുലില്ലാഹ്. റൗള ശരീഫിന്റെ മുറ്റത്ത് സലാം പറയാനുള്ള വരിവരിയാ നിൽക്കുന്ന ക്യൂ ഉണ്ടല്ലോ, അതൊക്കെ ജീവിതത്തിൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടന്നു നീങ്ങാൻ പറ്റുന്ന ഏറ്റവും സൗഖ്യത്തിന്റെ സമയങ്ങളാണ്. അവിടെയും നമ്മൾ മൊബൈൽ ഉണ്ടാക്കും, അങ്ങനെ അങ്ങോട്ട് തെറ്റി 4 സെൽഫി എടുത്ത് നാട്ടിലെ കൂട്ടുകാരെ കാണിക്കും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിച്ചിരുന്നില്ല. മദീനയുടെ കോമ്പൗണ്ടിനും എത്രയോ അകലങ്ങളിൽ അത് മാറ്റിവെച്ചു. 15-10 റിയാലിന്റെ ചെരുപ്പ് കശത്ത് വെച്ചിട്ടാണ് നമ്മൾ പോവാ. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അവന്റെ ഉപ്പാപ്പാക്ക് സലാം പറഞ്ഞ പോലെ മുത്ത് റസൂൽ പറയാം. എത്ര ലാഘവത്തോട്. നമുക്കതൊന്നും വലിയ വിഷയമല്ല. നമ്മുടെ വസ്തുവിന്റെ കുറച്ച് തേങ്ങ വിൽക്കുമ്പോൾ കിട്ടുന്ന 1.5 ലക്ഷം രൂപയും കൊണ്ട് ഉംറയ്ക്ക് പോയിട്ട് നമുക്ക് എന്ത് വിലയാണ്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. മദീനത്തുണ്ട് മസ്ജിദുൽ ബുഖാരി. എങ്ങനെയാണ് അവിടെ മസ്ജിദുൽ ബുഖാരി വന്നത്? ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ലോകം അംഗീകരിക്കുന്ന 1ാമത്തെ വാക്ക് ബുഖാരിയാണ്. മദീനയുടെ കോമ്പൗണ്ടിന് പുറത്ത് മസ്ജിദുൽ ബുഖാരി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, ഇന്നും അവിടെയുണ്ട്, പൊളിച്ചു കളഞ്ഞിട്ടില്ല. ആ ബുഖാരി എന്ന് പറയുന്ന മസ്ജിദ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? മദീനയിലേക്ക് ചെല്ലുമ്പോ ബുഖാരി മസ്ജിദ് കണ്ണീരോടുകൂടി നമ്മളോട് പറഞ്ഞു തരുന്ന കഥയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കഥ. കുട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീനയ്ക്കകത്ത് കടന്നില്ല, അതിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അനുയായികൾ ചോദിച്ചു, തങ്ങളെ എന്താ റൗള ശരീഫിലേക്ക് വരുന്നില്ലേ? എന്റെ മുത്ത് റസൂല് വിളിക്കാതെ ഞാൻ വരുന്നതെങ്ങനെയാണ്? എനിക്ക് യോഗ്യതയില്ല. എന്റെ ആരംഭ റസൂൽ എന്നെ വിളിക്കാതെ മദീനയുടെ കോമ്പൗണ്ടിനകത്തേക്ക് ഞാൻ കടക്കൂല. എനിക്ക് യോഗ്യതയില്ല. പറഞ്ഞതാരാണ്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. നമ്മളോ ചെരുപ്പ് കശത്ത് വെച്ച റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ നടക്കുന്നത്, മസ്ജിദിന്റെ നബിയുടെ ചുമലിൽ ചാരിയിരുന്നു കൊണ്ട് കഥ പറയുന്നു. നെറ്റ് ചാർജ് ചെയ്തിട്ട് നാട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഭാര്യയോടും മക്കളോടും സ്വറ പറയുന്നു. മദീനയിൽ തിരക്ക് കുറവാണെന്ന് പറഞ്ഞ് മസ്ജിദിന്റെ നബിയുടെ തൂണിൽ ചാരിയിരുന്നുകൊണ്ട് സങ്കടപ്പെട്ട് കാര്യങ്ങളും വർത്തമാനങ്ങളും ഫോണിലൂടെ ചർച്ച ചെയ്യുമ്പോ ആ മദീനയുടെ ചുമരുകൾ പറയുന്ന കഥ കേൾക്കാൻ കഴിവില്ലാത്ത കാതുകളായിട്ട് എന്റെ കടലുണ്ടി നഗരത്ത് വന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാതുകളെ അധപ്പതിക്കാൻ പാടില്ല. കേൾക്കണം നമ്മള്. മദീനയുടെ മണ്ണ് പറയുന്ന കഥ കേൾക്കണം നമ്മള്. മസ്ജിദിന്റെ നബിയുടെ ചുമരുകൾ പറയുന്ന കഥ കേൾക്കണം നമ്മള്. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിക്കാതെ ഞാൻ വരൂല, എന്റെ മുത്തിരവിധങ്ങൾ എന്നെ വിളിക്കാതെ ഞാൻ വരൂല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിരുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലമാണ് ഇന്ന് ബുഖാരി ഇമാമിന്റെ പേരിൽ ഒരു പള്ളി വെച്ചിരിക്കുന്ന മസ്ജിദുൽ ബുഖാരി. ആ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിലൂടെ റൗള ശരീഫിലേക്ക് ക്ഷണിച്ചിട്ടാണ് ആ മദീനയുടെ അകത്തളത്തിലേക്ക് ബഹുമാനപ്പെട്ടവര് കടന്നുപോയത്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകാനുള്ള ഭാഗ്യമെന്ന് പ്രിയപ്പെട്ടവരെ നിനക്ക് ലഭിച്ചാൽ സംശയമില്ല. ചെറുശ്ശേരി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്ത് അവിടെ കുടുംബക്കാർക്ക് സിയാറത്ത് നടത്തി കടന്നു വന്ന ഈ മഹനീയ വേദിയുടെ 2 ദിവസത്തെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതാ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. നമ്മുടെ കണ്ണിന്റെ, നമ്മുടെ കൽവിന്റെ കറുപ്പുകൾ മാറി പ്രകാശത്തിന്റെ പ്രഭ പരത്തുന്ന വിജയത്തിന്റെ കാഹളം മുടക്കുന്ന ഈമാനിന്റെ പരപ്പിനിയായി മാറാൻ പറ്റുന്ന ഒരു അവസരമാ മദീനയുടെ മണ്ണിച്ച് വിട്ടുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ലഭിക്കാൻ വേണ്ടി മനസ്സ് വെച്ചോ. അങ്ങനെ
ചവിട്ടാൽ ജീപ്പിനെ ഒരു ഭാഗ്യം നമ്മൾ വേഗാതെ ചവിട്ടാ പഠിക്കും പടച്ചവനെ. ഞാൻ എന്റെ മദീനയിൽ മുത്ത് റസൂലിന്റെ നാട്ടിൽ നിന്ന് വർത്തമാനം പറയൂല പടച്ചവനെ. അല്ലാഹുവേ, യാ റൗളാ ശരീഫിന്റെ മുറ്റത്തിരുന്ന് കൊണ്ട് പൊട്ടിച്ചിരിക്കൂല പടച്ചവനെ. യാ റൗളാ ശരീഫിന്റെ മുമ്പിൽ ചെരിപ്പും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കൂല പടച്ചവനെ. ആ പുണ്യഭൂമിയെ ആദരിക്കുമെന്ന് തീരുമാനിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം തരട്ടെ. സാധാരണ ഒരു പള്ളിയിൽ ഇരുന്ന് സംസാരിച്ചാൽ പോലും യഹിബിത്തു അമല സലാസീന സന 30 വർഷത്തെ അമൽ അല്ലാഹു പൊളിച്ചു കളയുന്നു. സാധാരണ ഒരു പള്ളിയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ ഭൗതികമായ ആവശ്യമില്ലാത്ത സംസാരത്തെ കുറിച്ചാണ് പറയുന്നത്. 30 വർഷത്തെ അമല് അല്ലാഹു പൊളിച്ചു കളയുന്നു. ഏറ്റവും പുറകില് കുറെ കസേരയുണ്ട്, സ്ക്രീനും ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ സ്ക്രീൻ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആ വലതുഭാഗത്ത് കുറെ ആളുകൾ തിങ്ങി നിൽക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതൊരു നല്ല സരസാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര മോശമല്ല. 2 വർഷം കൊണ്ട് തങ്ങളുടെ ദ്വാരം നിട്ട് കിട്ടിയ ഒരു വലിയ വേദിയാണ്. അപ്പോ പറയുന്നത് 2 ദിവസവും മദീനയാണ്. മനസ്സിലൊരു അനുരാഗം ഉണ്ടാക്കാനുള്ള ഒരു ആള് മാത്രമാണ്. മദീനയോട് കുറച്ചുകൂടെ പ്രേമം കൂട്ടാൻ. അപ്പോൾ ആ ഒരു ആദരവ് ഈ സദസ്സിനോട് നിൽക്കുന്നവരെന്ന് കാണിച്ചാൽ നന്ന്. അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തിട്ട് സംഘാടകരോട് ചൂടാവുകയും ചെയ്യും. അപ്പോ പുറകിൽ സ്ഥലമുണ്ട്, അവർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ സ്ക്രീനും ഉണ്ട്. ആ സദസ്സിനോടുള്ള അതവ് പാലിച്ച് എന്ന് ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവർ നിൽക്കുമ്പോൾ ചിലപ്പോൾ സീറ്റുള്ളവരെ അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർ പ്രയാസപ്പെടുത്താനല്ല, അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാനുമല്ല. അവർ നിന്ന് കേട്ടോട്ടെ. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മൾ നിന്ന് കേട്ടാൽ ഇരുന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്ത ആത്മതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. 6 സ്ഥലത്ത് ഭൗതികമായ കാര്യം ആവശ്യമില്ലാതെ സംസാരിച്ചാൽ 30 വർഷത്തെ അമൽ അല്ലാഹു പൊളിച്ചു കളയും. ഇനി അവിടെ പുറകിൽ പോയി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഈ പച്ച ഇരിപ്പിടത്തിൽ ഒന്നിരിക്കാൻ കുഴപ്പമില്ല. ലൈറ്റും മൈക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ അത് മോശമാക്കാതെ അവിടെ ഒന്നിരിക്കുകയും ചെയ്യും. 6 സ്ഥലത്ത് ആവശ്യമില്ലാതെ ഭൗതിക വർത്തമാനം പറഞ്ഞാൽ 30 വർഷത്തെ അമല് അല്ലാഹു പൊളിച്ചു കളയും. അതുകൊണ്ടാണ് സ്ത്രീകളെ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടെന്ന് പറയാം. നിങ്ങൾ അവിടെ പോയി നിസ്കരിച്ചിട്ട് ഉച്ചയ്ക്കത്തെ ചാളയ്ക്ക് ഉപ്പുണ്ടായിരുന്നു ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞ കാര്യമല്ല. വളരെ അതവോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. 6 സ്ഥലത്ത് അനാവശ്യമായി സംസാരിച്ച 30 വർഷത്തെ അമൽ അല്ലാഹു പൊളിച്ചു കളയും. ഒന്ന് ഇന്ദൽ മജ്ലിസി, ഇൽമിന്റെ മജ്ലിസാണ്. ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇൽമിന്റെ മജ്ലിസ്. എത്ര പുണ്യമാണെന്ന് പറയാം. നമുക്കിതിന്റെ വില ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഫേസ്ബുക്കും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ ഉസ്താദ് അവിടെ, ആ ഉസ്താദ് ഇവിടെ, ആ മറ്റേ ഉസ്താദ് ഇവിടെ, അങ്ങനെ എന്നും വാളായതുകൊണ്ട് നമുക്കതിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്കറിയില്ല. വലിയ പുണ്യമാണ്. ഏത് ഉസ്താദുമാര് വന്നാലും സുന്നത്ത് ജമാഅത്താ പറയുന്നതെങ്കിൽ അത് ഇൽമിന്റെ വേദിയാണ്. അപ്പൊ അവിടെ പോയിരുന്ന ഇൽമ കേൾക്കുമ്പോഴുണ്ടാവുന്ന നിങ്ങളുടെ പുണ്യം എത്രയാ, നിങ്ങളുടെ മഹത്വം എത്രയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ മജ്ലിസിൽ അനാവശ്യമായി നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ ചെയ്തു പോയ 30 വർഷത്തെ അമൽ അല്ലാഹു പൊളിച്ചു കളയുമെന്ന്. ആ മജ്ലിസിൽ പോലും സംസാരിച്ചാൽ എത്ര പുണ്യമാണ്. ഇൽമിന്റെ മജ്ലിസിലിരുന്ന് മരിക്കാൻ കിട്ടുന്നത് വലിയ ഭാഗ്യം. അവിടെ എത്ര സമയം കൂടുതൽ ഇരിക്കാൻ പറ്റുമോ അത്രയും വലിയ പുണ്യമാണത്. എത്ര മഹത്വമാണ്. അതിന്റെ മഹത്വം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. റൗളാ ശരീഫിന്റെ മുറ്റത്ത് പ്രധാനപ്പെട്ട സ്ഥലത്തിന്റെ അതേ മഹത്വമാണ് ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്ഥലം ഇന്ദൽ മസ്ജിദി, പള്ളിയിലാണ്. പള്ളി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും ബൈത്തുൽ മുഖദ്ദസും മാത്രമല്ല. ഇവിടെ മാത്രമല്ല സംസാരിക്കാൻ പാടില്ലാത്തത്. നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്. ഇൻഷാ അല്ലാഹ് ജുമയൊക്കെ തുടങ്ങും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ നാട്ടിൽ ഒരു ചെറിയ പള്ളിയുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ മസ്ജിദുകളുണ്ട്. ആ മസ്ജിദുകളിലൊക്കെയും ഈ നിയമം ബാധകമാണ്. ഇമാമിങ്ങളൊക്കെ ശരിക്കും പ്രസംഗിക്കാൻ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പ്രസംഗിച്ചിട്ട് നിസ്കരിച്ചിട്ട് സലാം വീട്ടി ഇമാമോട് ഇരിക്കുമ്പോൾ പുറകിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇമാമിനെ ഇങ്ങനെ ഞോണ്ടലുണ്ട്. സാറേ സുഖമാണോ, വീട്ടിലെന്തൊക്കെ വിശേഷം? ഉസ്താദിന് തിരിച്ച് മറുപടി കൊടുക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഇവരവിടുത്തെ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. ഇവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവര് പുറകിലിരിക്കുന്നവർ കമ്മിറ്റി കൂടി ഉസ്താദിനെ പിരിഞ്ഞുവിടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസമുണ്ട്. ഉസ്താദിന് മറുപടി കൊടുക്കാതിരിക്കാനും പറ്റില്ല. കുറെ ആളുകൾക്ക് ഞങ്ങൾ ഇവിടുത്തെ ഖത്തീബുമായിട്ട് നല്ല ബന്ധമാണെന്ന് അറിയിക്കുന്നത് ഒരു പദവിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ ആളുകൾ നടക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇമാമിനത് വാതുറന്ന് പറയാനും ചിലപ്പോൾ കഴിയില്ല. പക്ഷേ നമ്മുടെ അമല് നഷ്ടപ്പെട്ടു പോകും. വളരെ ശ്രദ്ധിക്കണം. പള്ളി നമുക്ക് കളിതമാശയ്ക്കുള്ള സ്ഥലമല്ല.
മൂന്നാമത്തെ സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന തിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്താണ്. ഖുർആൻ പാരായണം കേൾക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സംസാരിക്കരുത്. ഖുർആൻ നിവർത്തി വെച്ചുകൊണ്ട് മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ഖുർആൻ നിവർത്തി വെച്ചിട്ട് മൊബൈലിലൂടെ സംസാരിച്ചുകൊണ്ട് ചിരിക്കുകയും കളിക്കുകയും ചെയ്യരുത്. 30 വർഷത്തെ അമലുകളാണ് അല്ലാഹു പൊളിച്ചു കളയുന്നത്. അലാമത്തിന് ഇന്ദൽ മയ്യത്തി, മയ്യത്തിന്റെ അടുത്ത് സംസാരിക്കരുത്. ഒരാൾ മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്തിനോടുള്ള ആദരവ് മറന്നിട്ട് ഭൗതികമായ വർത്തമാനങ്ങളിൽ ബന്ധപ്പെടുന്ന പെങ്ങളെ, നമ്മുടെ അമൽ അല്ലാഹു പൊളിച്ചു കളയുന്നതാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശ്രദ്ധിക്കണം, നമ്മുടെ അമൽ അല്ലാഹു പൊളിച്ചു കളയുന്നതാ. അടുത്ത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ദൽ മഖാബിരി, ഒരുപാട് ആളുകൾ അടക്കിയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഖബറുകളുണ്ടല്ലോ, ആ ഖബറുകളുടെ അടുത്തൂടെ നടന്നു പോകുമ്പോ അനാവശ്യമായ വർത്തമാനം പറയാൻ പാടില്ല. അതിന്റെ അകത്ത് നടക്കുന്നതെന്തെന്നറിയാൻ കഴിയാത്ത പമ്പരവിദ്യകളാ നമ്മള്. കരയുകയാണോ, നിലവിളിക്കുകയാണോ, നരകത്തിന്റെ കനൽക്കട്ടകൾ നിരത്തിയിട്ടിട്ടവരെ കത്തിക്കുകയാണോ, അറിയില്ല റബ്ബേ. എന്നിട്ടാണ് ആ ഖബർ വിളിച്ചു പറയുന്ന വർത്തമാനങ്ങൾ പോലും കേൾക്കാൻ കഴിയാറ് ആ ഖബറിന്റെ മുകളിലൂടെ അനാവശ്യമായ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നത് 30 വർഷത്തെ നിന്റെ ഇബാദത്തുകളെ പൊളിച്ചു കളയുന്നതാ. ആറാമത്തെ സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ദൽ അദാൻ, അല്ലാഹുവിന്റെ പള്ളി മിനാരത്തിലൂടെ ബാങ്ക് വിളിക്കുന്ന സമയമാണ്. ബാങ്ക് കേൾക്കുന്ന സമയം അനാവശ്യമായ ചർച്ചകളും വർത്തമാനങ്ങളും ഒന്നും പാടില്ല. സാധാരണ ഒരു പള്ളിയിൽ പോലും സംസാരിക്കുമ്പോ 30 വർഷത്തെ അമലാണ് പൊളിഞ്ഞു പോകുന്നതെങ്കിൽ അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ മദീനയുടെ കാര്യമെന്താ, അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ കാര്യമോ, ആരംഭ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ കാര്യമോ, അവിടെ ചാരിയിരുന്നു കൊണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ പാടില്ല. അല്ലാഹുവേ, ആ മസ്ജിദുൻ നബവി നമ്മളോട് പറയുന്ന കണ്ണീരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളെന്തെന്ന് നിങ്ങൾക്കറിയോ? അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ നിങ്ങൾ കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞാനും അല്ലാഹുവിന്റെ റസൂലും കൂടി മദീനത്തേക്ക് പോവുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരംഭ റസൂലിന്റെ തലവെട്ടിയെടുത്താൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയപ്പോ മിന്നുന്ന വാളുമായിട്ട് ശത്രുക്കൾ 4 ഭാഗത്ത് പരക്കം പായുകയാണ്. എവിടെ മുഹമ്മദ്, എവിടെ? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിപ്പാറകൾ മുഴുവനും പരക്കം പാഞ്ഞുകൊണ്ടോടുമ്പോ എന്റെ കടലുണ്ടി നഗരത്തിൽ വന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് വാഹനത്തിൽ പോകുമ്പോ ഈ മദീന പറയുന്ന കഥ നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് വരട്ടെ. അത്രയും മണിക്കൂർ യാത്ര ചെയ്യുമ്പോ വാഹനത്തിന്റെ അകത്തിരുന്ന് ഉറങ്ങാനുള്ളതല്ല, വാഹനത്തിന്റെ അകത്ത് അനാവശ്യമായ ചർച്ചകൾ നടത്താനുള്ളതല്ല. ഞങ്ങൾ പോകുന്നത് മദീനത്തേക്കാണ്. ലോകനായകന്റെ പുണ്യസ്നേഹത്തിന്റെ പ്രതീകമാകുന്ന മദീനയുടെ മണ്ണിൽ വിട്ട് നിൽക്കാൻ പോകുമ്പോ കളിതമാശകൾ മാറ്റിവെച്ചിട്ട് ജാഗരൂകരായി ജാഗ്രതയോടെ കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ആ ചിന്ത കടന്നു വരാൻ വേണ്ടി പറയുകയാ, ഇവിടെ വന്നവരെ നിങ്ങൾക്ക് അല്ലാഹു ആ ഭാഗ്യം ചൊരിഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആ മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയം എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് കാലെടുത്ത് വെച്ച് കയറുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരൽ തുമ്പ് പൊട്ടിക്കിട്ട് രക്തമൊഴുകുകയുണ്ടായി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ നായകന്റെ കാല് പൊട്ടിയിട്ട് രക്തം വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എടുത്തുകൊള്ളാം നബിയേ, ഞാൻ എടുത്തുകൊള്ളാം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറെ, എന്നെക്കാൾ മെലിഞ്ഞവനായ, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായ, ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂബക്കറെ, എന്നെ നീ എങ്ങനെ എടുക്കാനാണെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഒരിക്കലും എനിക്കൊരു ഭാരമാവില്ല നബിയേ. എന്റെ കുഞ്ഞിനെ എടുക്കുന്ന പോലെ, ഒരു മാണിക്യമുത്തിനെ എടുക്കുന്ന പോലെ ഞാൻ എടുത്തുകൊള്ളാം നബിയെ. അങ്ങനെ നടന്നു പോകുമ്പോ അങ്ങയുടെ കാലിൽ നിന്ന് രക്തമിനി കൂടുതൽ വരുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതിനുശേഷം അതുപോലെ ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയ ഒരു രംഗമുണ്ട്. എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ,
അബൂബക്കറെ എനിക്ക് വെള്ളം ദാഹിക്കുകയാണ്, അബൂബക്കറെ എനിക്ക് വെള്ളം വേണം, അബൂബക്കറെ എനിക്ക് വെള്ളം വേണമെന്ന് മുത്തറസൂല് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, പടച്ചവരെ ഞാൻ എവിടെ പോയിട്ടാണ് ഇച്ചിരി വെള്ളം എന്റെ മുത്തറസൂലിന് കൊടുക്കുക? ഇനി എത്രയോ ദൂരമുണ്ട് റബ്ബേ മദീനത്തെത്താൻ, ഇനി എത്രയോ ദൂരമുണ്ട് പടച്ചവനെ മദീനത്തെത്താൻ. പരസ്യമായി മലഞ്ചെരുവിന്റെ ഭാഗത്ത് നടക്കുന്നത് കണ്ടാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വാളുമായിട്ട് പരക്കം പായുകയാണ്. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്റെ മുത്തറസൂലിനെ കൊന്നുകളയുമല്ലോ. പേടിച്ചു ഭയന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടിയത്രേ. എന്നിട്ടതാ ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്ത് കുറെ കുഞ്ഞ് ആട്ടിൻകുട്ടികൾ നിൽക്കുന്ന കണ്ടപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ആടിന്റെ മുതലാളി എവിടെയാണ്? ആട്ടിൻകുട്ടങ്ങളുടെ ഉടമസ്ഥ എവിടെയാണ്? അന്വേഷിക്കുമ്പോഴത് ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മയുടേതാണ്. അല്ലയോ ഉമ്മ, ഒരു പ്രിയപ്പെട്ട ആള് ആ മലയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടുമ്മ, ഒരാടിനെ ഞാനൊന്ന് കറന്നോട്ടെ ഉമ്മ, ഇച്ചിരി വെള്ളം ഇച്ചിരി പാല് ഞാൻ കൊണ്ടൊന്ന് കൊടുത്തോട്ടെ ഉമ്മ. ഉമ്മു മഅബദ് എന്ന പെണ്ണ് പറഞ്ഞു, ഇല്ല, ഇത് കൊച്ചു ആട്ടിൻകുട്ടികളാണ്, ഇതിന് കറവയുടെ സമയമായിട്ടില്ല, ഇതിന് പാല് വരുന്ന സമയമായിട്ടില്ല, അതുകൊണ്ട് ഒന്നും തരാനില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ വരുന്ന കണ്ടിട്ട് മുത്തറസൂൽ ചോദിച്ചു, അബൂബക്കറെ ഒന്നും കിട്ടിയില്ല അല്ലേ? അല്ലാഹുവിന്റെ റസൂലേ, കുഞ്ഞു ആട്ടിൻകുട്ടികളാ നബിയെ, കുഞ്ഞു ആട്ടിൻകുട്ടികളാ നബിയെ. ആരംഭ റസൂൽ വരുന്നൊരാട്ടിൻകുട്ടിയെ ഞാൻ കറക്കാമെന്ന് പറയുക, ഒരാട്ടിൻകുട്ടിയെ ഞാൻ കറക്കാമെന്ന് പറയുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീര് തുടച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരൽത്തുമ്പ് പിടിച്ചു പതുക്കെ കൊണ്ടുപോവുകയാണ്. ആ പെണ്ണിനോട് പറഞ്ഞു, പെങ്ങളെ, പാലുണ്ടോ ഇല്ലയോ, കറവയുടെ സമയമായോ ഇല്ലയോ, നിങ്ങളൊന്നും നോക്കണ്ട, ഒരാട്ടിൻകുട്ടിയെ ഞങ്ങളൊന്ന് കറക്കട്ടെ. അല്ലാഹുവേ, ഒരു കുഞ്ഞാട്ടിൻകുട്ടിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചുകൊണ്ട് വന്ന് ആരംഭ റസൂലിന്റെ മുമ്പ് നിൽക്കുമ്പോ മോചിതത്തിന്റെ പ്രവാചകന്റെ മനോഹരമായ കൈവിരൽ തുമ്പുകൾ ആ ആട്ടിൻകുട്ടിയുടെ അകിടിലേക്ക് അങ്ങോട്ട് വരിയുമ്പോ സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ ഹബീബല്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ കരം കൊണ്ടാ പാലങ്ങോട്ട് കറമെടുക്കുകയാണ്, പാത്രം കൊണ്ടുവരികയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടുകയാ, തോൽപാത്രം കൊണ്ടുവരുന്നു, മൺപാത്രം കൊണ്ടുവരുന്നു, മുഴുവനും നിറഞ്ഞു കറിയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, മദിനബിയേ, ഇല്ലെങ്കിൽ ഞങ്ങളെ നിൽക്കുന്ന സ്ഥലം മുഴുവനും പാലുകൊണ്ട് നിറഞ്ഞു പോകും റസൂലേ, അതുകൊണ്ട് അവിടുന്ന് മതിയാക്കണം നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്തിനാ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? മക്കത്തുനിന്ന് മദീനത്തേക്ക് പോകുന്ന വഴി ഞങ്ങളോട് പറയുന്ന കഥയാണിത്. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുന്ന കഥയാ. അത്രയും ദൂരത്തേക്ക് പോകുമ്പോ ഹെഡ്സെറ്റിലൂടെ മൊബൈലിന്റെ സംഗീതം കേട്ടുകൊണ്ട് ആസ്വദിച്ച് നിന്നെ അവിടെ മദീനത്താരും കാത്തിരിക്കുന്നില്ല. ആഡംബരത്തിന്റെ ആത്മീയതയുടെ പ്രകാശമാണ്, ആഡംബരത്തിന്റെ കോടാലിയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മദീനയിലേക്കുള്ള യാത്രയിൽ എനിക്കും നിങ്ങൾക്കും കിട്ടാറുള്ളത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരംഭ റസൂൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ രാജകുമാരനാണ്. പ്രിയപ്പെട്ടവരെ, കടലുണ്ടി നഗരത്തിൽ കഷ്ടപ്പെടുന്നവരെ, പണിയെടുക്കുന്നവരെ, പാവപ്പെട്ടവരെ, വീടില്ലാത്തവരെ, മക്കളില്ലാത്തവരെ, മോചിതത്തിന്റെ 2 വിരൽ തുമ്പുകൊണ്ട് ആട്ടിൻകുട്ടിയുടെ അകിടിലൊന്ന് തൊട്ടുപോയപ്പോ, നബിയേ, നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് പാല് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞെങ്കിലല്ലോ ഈ മഹനീയമായ വേദിയിൽ വന്ന നമുക്ക് ആരംഭ റസൂലിന്റെ മജ്‌ലിസിന്റെ മഹത്വം, മദീന പറയുന്ന പുണ്യത്തിന്റെ മാധുര്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം തരില്ല അല്ലാ, കഷ്ടപ്പാട് തരില്ല അല്ലാ, കണ്ണീര് തരില്ല അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 3 സലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകര് ബക്കറ്റുമായിട്ട് വരും. ഇൻഷാ അല്ലാഹ് ചെയ്തു കൊടുക്കും. വലിയ ഒരു വിപ്ലവ പിരിവൊന്നും ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പൈസ ആവശ്യമുണ്ട്. എന്റെ വിഷയം ഇന്ന് നാളെയും പറഞ്ഞാൽ തീരൂല. എല്ലാ വർഷവും മദീന കഥ പറയണം, എല്ലാ വർഷവും പറയണം മദീന കഥ. അപ്പോ ഈ വർഷം കഥ പറയുന്ന മദീന 1ാം ഭാഗമാണ്. കടലുണ്ടിയിൽ ഇന്നും നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്നു. അടുത്ത വർഷം ബാക്കി കഥ. അങ്ങനെ ഓരോ വർഷവും മദീനയോട് നമ്മുടെ മഹബത്തും സ്നേഹവും പ്രേമവും കൂടണം.
അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ ഇത് എനിക്ക് വിഷയം പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പറയാം. ഇന്ന് വേറെ പിരിവൊന്നുമില്ല. അവസാനം നിങ്ങൾക്ക് ഒരു കവറ് തരും. ചെറിയ ഈ പരിപാടിയുടെ ചെലവിലേക്കൊന്നുമല്ല. ഇവിടെ ഒരു മദ്രസ അൽഹംദുലില്ലാ നമ്മൾ പണിയാൻ പോവാണ്. ഒരു മനോഹരമായ ഒരു കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു മദ്രസ വിപുലമായ രീതിയിൽ സൗകര്യപ്പെടുത്തി പണിയാൻ പോകും. അത് നടക്കണം, അത് സാധിക്കണം. അതിന് നമ്മളെല്ലാം ഒരുമിച്ച് എന്നാൽ നടക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ ആദ്യ പടിയിലേക്കുള്ള സ്വതക്ക നിങ്ങൾ നിയത്തി തരുമ്പോൾ മനസ്സുകൊണ്ട് കൊതിക്കണം, അള്ളാഹുവെ ഈ സ്വതക്കയുടെ ബറക്കത്ത് എന്റെ ജീവിതത്തിലെ സർവ്വ ദാരിദ്ര്യവും മാറ്റുന്നതിനൊരു കാരണമാക്കണം. എന്നാലേ മദീനത്ത് പോകാൻ പറ്റൂ. കടം തീരണം, പട്ടിണി മാറണം, മക്കത്തും മദീനത്തും പോകണം. അതിന് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഫദ്ലി സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരുപാട് തുകകളില്ലതും സാധുക്കളാണ്, വലിയ കാശൊന്നുമില്ലാത്തവരാണ്. എങ്കിലും മുത്തുനബിയെ, അവിടുത്തെ മദീനയെ മനസ്സിൽ കരുതിയിട്ട് ചെയ്യുന്ന ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, ഈ സ്വതക്ക ചെയ്യുന്നവർക്ക് നീ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ. സാധാരണ ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു പെട്ടി കൊണ്ടുവരുന്ന തിരിവ് പോലെയല്ല നിന്റെ മുത്തിനെ കുറിച്ച് പറഞ്ഞ ആത്മീയ സംവിധാനങ്ങളുടെ സ്രോതസ് കെട്ടിപ്പടുക്കാനുള്ള ഇൽമിന്റെ വേദിയാണ്. അതുകൊണ്ട് ഉള്ളതിൽ ഒരു കാര്യമായ വലിയ സ്വതക്ക തന്നെ ഇതിന്റെ അകത്തിടുന്നവരെ അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന വലിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, തങ്ങന്മാരുടെ പൊരുത്തമുള്ള വേദിയാണ്. ഒരുപാട് ഉമ്മതങ്ങന്മാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യുമ്പോ ഇവിടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് ഈ സ്വതക്ക നീ ഒരു നിമിത്തമാക്കണേ റബ്ബേ. നബി മുഹമ്മദ് എല്ലാവരും ചെയ്തു കാര്യമായ ഒരു സ്വതക്ക. നാളെ ഇവിടുത്തെ സംഘാടകരോട് എത്ര രൂപ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ സ്ഥാപനങ്ങൾ നിയത്ത് ചെയ്തുകൊണ്ട് ബക്കറ്റിലിട്ടെന്ന് ചോദിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർ പറയണം, ഉസ്താദെ വലിയ പിരിവൊന്നും വേണ്ട, എല്ലാവരും ബക്കറ്റിൽ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതല്ല ഉസ്താദെ, തീരെ പിരിച്ചേ പറ്റുള്ളൂ, കാരണം 5 രൂപയും 1 രൂപയും 2 രൂപയ്ക്കാണ് കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ പരിപാടി അരമണിക്കൂറാവും, പിരിവ് 1.5 മണിക്കൂറാവും. കുറ്റം എന്റേതല്ല, നിങ്ങളുടേതാണ്. എല്ലാവരും സഹകരിച്ചാൽ നടക്കും. ഞാൻ പരമാവധി എവിടെ പോയാലും പിരിവ് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുക. സംഘാടകർ പറയുമ്പോൾ കൂടി പോകും. പക്ഷെ ഇവിടെ അങ്ങനെ സംഘാടകർ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതെനിക്കൊരു ബാധ്യതയാണ്, തങ്ങളായതുകൊണ്ട് ചെയ്തു കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ചെയ്താൽ വലിയ പിരിവൊന്നും ഉണ്ടാവില്ല. തരുന്ന കവറിനെ നിങ്ങൾ മാന്യമായ ഒരു പരിഗണന നാളെ അടങ്ങി വരുമ്പോൾ ചെയ്താൽ അത് തന്നെ മതിയാവും, അല്ലെങ്കിൽ ഒരു ചെറിയ ആശ്വാസത്തിൽ. ഏതായാലും അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. വിഷയത്തിന്റെ ആ ഗൗരവവും ആ മധുരവും നഷ്ടപ്പെടുത്തേണ്ട കാര്യമായി എല്ലാവരും ചെയ്തു കൊടുത്തു. പരമാധികാരിയായ റബ്ബ് ഈ ചെയ്യുന്നവരുടെ മനസ്സറിയുന്നവനാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. തങ്ങൾക്ക് നല്ല പനിയായിരുന്നു, ഇപ്പോഴും പനി മാറിയിട്ടില്ല നല്ലതുപോലെ. ഞാൻ വന്നപ്പോഴെന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മദീനത്ത് പോയാൽ പനി വരണ്ടേ തങ്ങളെ ചോദിച്ചു. മദീനത്ത് പോയാൽ പനി വരണ്ട തങ്ങളെ. ഞങ്ങളുടെ മക്കളൊക്കെ ക്ലീൻ മുട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മൂന്നാം മക്കളല്ലേ? അല്ലെ, 3 വരെ കണ്ടുള്ളൂ ഞാൻ. 3 മക്കളാണ്. എനിക്ക് 4 മക്കളാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും ആഫിദീങ്ങളും ആലിമീങ്ങളും ഒക്കെ ആക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. മദീനത്ത് പോകുമ്പോ ചെറിയൊരു പനി, മദീനത്ത് പോകുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട്, മദീനത്ത് പോകുമ്പോ ഇച്ചിരി ലേശം ഒരു മാനസികമായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. കാലാവസ്ഥ പ്രോബ്ലം വരും. മക്കയിലുണ്ടാവുന്ന കാലാവസ്ഥയുടെ വിപരീതമായിരിക്കും പലപ്പോഴും മദീനത്തുണ്ടാവും. അത് മദീന എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ നടന്നതെന്തെന്നറിയോ? മദീനയിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചെത്തിപ്പോയ പ്രിയപ്പെട്ടവർക്കൊക്കെ അല്ലാഹു പനി കൊടുക്കുകയാ. ഏറ്റവും വലിയ പനി കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. മദീനത്ത് വന്ന സർവർക്കും പനി, മദീനത്ത് വന്ന സകല ആളുകൾക്കും പനി. രണ്ടാമത് ഏറ്റവും വലിയ പനി വന്നത് പ്രവാചകർ എത്രത്തോളം സ്നേഹിക്കുന്ന മൈക്കിലൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ ഓർക്കാനുള്ള ഒരു മഅദീനുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദുനാ ബിലാൽ. രണ്ടാമത് ഏറ്റവും വലിയ പനി കൊടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനായിരുന്നു.
മദീനത്ത് വന്ന സർവർക്കും പനി, മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് വന്ന സകല ജനങ്ങൾക്കും പനി. അവസാനം പനി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പനി പിടിച്ചിട്ട് ഞാനങ്ങ് മരിക്കുമോ എന്ന് പോലും ചിന്തിക്കുകയാണ്. അത്ര വലിയ പനി. ഈ പനി കാരണം ഞാൻ മരിക്കുമോ എന്ന ചിന്ത പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വേട്ടയാടുകയാണ്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് പാടുകയാണ്, കുല്ലുംരിഉം സബ്ബിഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മാറ് എന്റെ ശരീരത്തിനോട് എത്ര അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ മരണം മനുഷ്യനോട് അടുത്തിരിക്കുന്നു എന്ന് പാടിയിട്ട് ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയാണ്. അരം റസൂലിന്റെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത സങ്കടം വന്നുപോയി. മദീനത്ത് വന്ന ആർക്കും വലിയ സന്തോഷമില്ല. എല്ലാവരും ഇങ്ങനെ കരയുകയാ. എല്ലാവർക്കും സുഖമില്ല, എല്ലാവർക്കും പനിയാണ്. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് രണ്ടാമത് പാടുകയാണ്, അലാ ലൈത ശരീഹൽ അബീതന്ന ലൈലത്താ ബിവാദിൻ മൗലീദ് ഖരീബ ജലീലോ. അല്ലാഹുവേ, മക്കക്കാരനെ അടിച്ചു, എന്നെ ഇടിച്ചു, എന്നെ ഉപദ്രവിച്ചു, എല്ലാം ശരി തന്നെയാണ്. എന്നാലും പടച്ചവനെ, മക്ക എത്ര രസമായിരുന്നു തമ്പുരാനെ. ഒരു ദിവസം കൂടി എനിക്ക് ആ മക്കത്തൊന്ന് കിടക്കാനുള്ള ഭാഗ്യം നീ തരില്ലേ തമ്പുരാനെ. ഒരു ദിവസം കൂടി മക്കത്തൊന്ന് കിടക്കാൻ എനിക്കൊരവസരം നീ തരില്ല അല്ലാ. ഒരു ദിവസം കൂടി മക്കയിലൊന്ന് ഉറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് തരൂലേ അല്ലാ. ഇതൊക്കെ കേട്ടപ്പോ നബി തങ്ങൾക്ക് സങ്കടമായി. എല്ലാവർക്കും മദീനയോട് വെറുപ്പാണോ? മദീനത്ത് വരുന്നവർക്കൊക്കെ രോഗമാണോ? മദീനത്ത് വരുന്നവർക്കൊക്കെ കഷ്ടപ്പാടാണോ? ഇതരന്നിട്ട് ആരംഭ റസൂൽ രണ്ട് കൈ ഉയർത്തുകയാണ്. ആരംഭ റസൂൽ രണ്ട് കരമുയർത്തുകയാണ്. അവിടെ ഒരു വാക്ക് പറഞ്ഞാൽ ആകാശം സമ്മതിക്കുകയാണ്, ഭൂമി സമ്മതിക്കുകയാണ്, പ്രപഞ്ചം മുഴുവനും സമ്മതിക്കുകയാണ്. ആയിരക്കണക്കിന് മാലാഖമാര് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച കാര്യം നടത്തിക്കൊടുക്കാൻ മത്സരിക്കുകയാണ്. അതല്ലേ ബദറിൽ കണ്ടത്, അതല്ലേ ചരിത്രം മുഴുവനും ഞാനും നിങ്ങളും ആസ്വദിച്ചു പോയത്. സയ്യിദുനാ മുത്തറസൂലിന്റെ അരികത്ത് വന്ന് ബഹുമാനപ്പെട്ട മൗലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും നബിയെ നിങ്ങൾ സമ്മതിച്ചാലല്ലാതെ റൂഹ് പിടിക്കൂല എന്ന് പറഞ്ഞു പോരെങ്കിൽ മാലാഖമാര് പ്രവാചകരുടെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ കരമുയർത്തിയിട്ട് കണ്ണീരോടെ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് എനിക്ക് അഭയം തന്ന മദീന, എന്നെ സ്നേഹിച്ച മദീന, ഞാൻ കടന്നു വരുന്നുണ്ടോ എന്നറിയാൻ എന്റെ മരത്തിന്റെ മുകൾ ഭാഗത്ത് കയറി എന്നിട്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരുന്ന വഴിയിൽ ഇങ്ങനെ നോക്കി കണ്ണെന്നിട്ടിരുന്ന് കണ്ണീര് ഈന്തമരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മരുഭൂമിയുടെ മണ്ണിലേക്ക് പെയ്തൊഴിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സഹാബികളുടെ അൻസാരികളുടെ നാടായ മദീന, എനിക്ക് വീട് തന്ന, എനിക്ക് ഭക്ഷണം തന്ന, എന്റെ നാട്ടിൽ നിന്ന് വന്ന പട്ടിണി പാവങ്ങൾക്ക് മുത്തം കൊടുത്ത് സാന്ത്വനം കൊടുത്ത് താലോലിച്ച മദീന എന്ന് പറയുന്ന അൻസാരികളുടെ മനോഹരമായ മദീനയുണ്ടല്ലോ, പടച്ചവനെ ആ മദീനയുണ്ടല്ലോ. ഇവിടെ വന്ന മുഴുവൻ സഹാബികൾക്കും പനിയാണ് തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, ഞങ്ങൾക്ക് മദീനയോടൊരു സ്നേഹം നീ തരണേ അല്ലാ. ഞങ്ങൾക്ക് മദീനയോടൊരു മഹബത്ത് നീ തരണേ അല്ലാ. കഹുബ്ബിനാ മക്ക, ഞങ്ങൾ മക്കയെ സ്നേഹിക്കുന്ന പോലെ ഔ അസദ്ദ, മക്കയെ പോലെയല്ല അതിനേക്കാൾ കൂടുതൽ മക്കയെ സ്നേഹിക്കുന്ന പോലെയല്ല പടച്ചവനെ. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് പ്രിയപ്പെട്ടവരെ, ഹദീസാണ്. മക്ക സ്നേഹിക്കുന്ന പോലെ അതിനേക്കാൾ കൂടുതൽ മദീനയോട് ഞങ്ങൾക്ക് സ്നേഹം തരണേ അല്ലാ. ആ ഒരൊറ്റ വരി ദുആയോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറി, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറി. അവിടെ ഉണ്ടായിരുന്ന സർവ്വ സഹാബികളുടെയും പനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിക്കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ മദീന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പോലെ ഒരുങ്ങി നിന്നുവത്രേ. പിന്നെ കാണുന്നവരൊക്കെ കൊതിക്കുന്ന, വരുന്നവരൊക്കെ വിട്ടുപോവാൻ ഇറക്കുന്ന ആഗ്രഹത്തിന്റെ പർദീസയായി മദീന എന്ന് പറയുന്ന സൗകുമാരിതയുടെ മനോഹരമായ പ്രദേശം മാറുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാ, അതുപോലെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ അബ്ദുക വ ഖലീലുക, പടച്ചവനെ ഇബ്രാഹിം നബി നിന്റെ അടിമയാണ്, നിന്റെ ഇഷ്ടദാസനാണ് ഖലീൽ, നിന്റെ
ാണ് പടച്ചവനെ. നബി അലൈഹിസ്സലാം മക്ക നിവാസികൾക്ക് വേണ്ടി നിന്നോട് ദുആ ചെയ്തു. അല്ലാഹ് മക്കക്കാർക്ക് വേണ്ടി നിന്നോട് ദുആ ചെയ്തു പടച്ചവനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ ബറക്കത്തിന് വേണ്ടി വഅനഅബുദുക വറസൂലുക യാ അല്ലാഹ്. നിങ്ങളുടെ ആരംഭ റസൂല് പടച്ചവനോട് പറയുന്നു, ഞാൻ ആരെന്നറിയോ? നിന്റെ അടിമയാ, നിന്റെ റസൂലാണ് പടച്ചവനെ. നിന്റെ അടിമയും റസൂലുമാണ് തമ്പുരാനെ. വഅന അദ്ഊക ലി അഹ്ലി മദീന. ഞാൻ നിന്നോട് ദ്വാരക്കുന്നത് മദീനക്കാർക്ക് വേണ്ടിയാ. മക്കയ്ക്ക് നീ ബറക്കത്ത് ചെയ്തില്ലേ? മസ്ജിദുൽ ഹറമിന് ബറക്കത്ത് ചെയ്തില്ലേ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മക്കാ മണ്ണിന് ബറക്കത്ത് ചെയ്തതിന്റെ 2 ഇരട്ടി ബറക്കത്ത് മദീനക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. മക്ക എന്ന മണ്ണിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ സ്വീകരിച്ചിട്ട് നീ ബറക്കത്ത് ചെയ്തതിന്റെ 2 ഇരട്ടി ബറക്കത്ത് ഞാൻ മദീനക്ക് വേണ്ടി ചോദിക്കുന്നു. ആ ബറക്കത്ത് ഇവിടെയുണ്ട്. മദീനയിൽ പോയിട്ട് എന്തൊരു കാറ്റാണ് പറയാൻ പാടില്ല, എന്തൊരു ചൂടാണ് പറയാൻ പാടില്ല, എന്തൊരു കാലാവസ്ഥയാണ്, എന്തൊരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഒരിക്കലും പറയാൻ പാടില്ല. ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ഉസ്താദന്മാര് പറയും മദീനത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇത് ഉസ്താദിനെ നമ്മൾ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ 2 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ കൊണ്ടുവന്നല്ലേ, അപ്പൊ അങ്ങനെ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടി പറയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോ നിങ്ങളെ ഉംറയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളല്ലാത്തത് ധൈര്യമായിട്ട് എനിക്ക് പറയാം. മദീനയുടെ അന്തരീക്ഷം അങ്ങനെയാണ്. നമ്മളെ വേദനിപ്പിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും പരാതി പറയാൻ പാടില്ല. അവർ കൊടുത്തു തുടങ്ങിയില്ലേ? ഇൻഷാ അല്ലാഹ് വാങ്ങിച്ചോളൂ, എല്ലാവരും വാങ്ങിക്കും. 10 സെന്റ് വസ്തു നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുക. അത് ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര കഷ്ടപ്പെടണം. ഇത് ഒരു നാണയത്തൊട്ട് പോലും പാഴാവില്ല, മുഴുവനും അതിനുവേണ്ടി തന്നെ വിനിയോഗിക്കും. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ അതിന് ഒരു 1000 രൂപയെങ്കിലും, യുവാക്കളൊക്കെ ചിലപ്പോൾ ജോലിയില്ലാത്തവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, അവരതനുസരിച്ച് എന്തെങ്കിലും ഇട്ടാൽ മതി. ഇത്തിരി മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഒരു 1000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യും. നിങ്ങൾ അല്ലാഹു തൗഫീഖ് തരട്ടെ, നിയ്യത്ത് ചെയ്യും, അല്ലാഹു അധികരിപ്പിച്ച് തരും. ആ മസ്ജിദുൻ നബവി എങ്ങനെയാ പണിഞ്ഞെന്ന് പറയാൻ പോവാ. മസ്ജിദുൻ നബവിയുടെ ആദ്യത്തെ കല്ല് കൊണ്ടുവച്ചത് ആരാന്നറിയാം? വലിയ ഒരു പടുകൂറ്റൻ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തുകൊണ്ടുവരികയാണ്. മസ്ജിദുൻ നബവിയുടെ 1ാമത്തെ കല്ല് വെക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുമ്പോ എന്ത് വലിയ മദീനയുടെ പള്ളിയാണ്. എത്ര ലക്ഷങ്ങൾ വന്നാലും അല്ലാഹുവേ, ഒരൊഴുക്ക് പോലെ, ഒരു സാഗരം പോലെ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന മസ്ജിദുൻ നബവിയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അന്ന് മസ്ജിദുൻ നബവിയില്ല. ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പള്ളി വെക്കാൻ പോകുന്ന ഒരു വലിയ കല്ലെടുത്തുകൊണ്ടൊരു കുടിക്ക് കത്തിവെച്ചു ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സയ്യിദന്മാരെ കൊണ്ട്, അഹ്ലു ബൈത്തിൽപ്പെട്ടവരെ കൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ വീടും നമ്മുടെ കടകളും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതും തറക്കല്ലിടിപ്പിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഒരു ബറക്കത്ത്, ഒരു പുണ്യവും കിട്ടാൻ വേണ്ടിയാണ്. ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് ഒരു തങ്ങളങ്ങോട്ട് മുറിച്ചങ്ങോട്ട് കയറട്ടെ, ഒരു പള്ളി തറക്കല്ലിടാൻ തങ്ങൾ വരട്ടെ, ഒരു മദ്രസയ്ക്ക് തങ്ങൾ വരട്ടെ എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. മസ്ജിദുൻ നബവിയുടെ ആദ്യത്തെ കല്ല് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് മുഴുവനും പറഞ്ഞു, സഹാബികളെ കല്ലുകൊണ്ടുവരിക. ഞാനും നിങ്ങളെ കാണുന്ന പോലെ ഇന്നത്തെ മൺകട്ടയല്ല, ചുടുകല്ലല്ല, വെട്ടുകല്ലല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് മസ്ജിദുൻ നബവി പണിയാൻ വേണ്ടി വലിയ പാറക്കല്ലുകളാണ് ചുമന്നുകൊണ്ടുവന്നത്. സഹാബികളോട് മുഴുവനും പറഞ്ഞു, വരിക, നിങ്ങൾ സഹകരിക്കുക. ഓരോ സഹാബികൾ അല്ലാഹുവേ തളർന്നു പോയവരുണ്ട്, വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്തവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്. അവരൊക്കെ കല്ലെടുക്കാൻ മാറിയിരിക്കുകയാണ്. കഴിയില്ല, ഒരു കല്ലുപോലെ ചുമന്നുകൊണ്ട് മസ്ജിദുൻ നബിയുടെ ചുമരിൽ വെക്കാൻ പറ്റൂല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ തട്ടമെടുക്കുകയാണ്. നബിതങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു തട്ടമുണ്ടായിരുന്നു. ആ തട്ടത്തെ 4ആയിട്ട് മടക്കിയിട്ട് ഇടത്തെ തോളിന്റെ മുകൾ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ തട്ടം വെക്കുകയാണ്. എന്നിട്ട് വലിയ ഒരു പാറക്കല്ലെടുത്ത് ആരംഭ റസൂൽ ആ തട്ടത്തിലേക്ക് വെച്ചിട്ട് പതുക്കെ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ സഹാബികളൊക്കെ പൊട്ടിക്കരയുകയാണ്. തളർന്നിരുന്ന സഹാബികൾ പറയുന്നു, ഇല്ല, ഞാനത്ര വിശന്നിരുന്നവനാണെങ്കിലും ഞാനിനി ഇരിക്കൂല. ആരാണോ കല്ല്
ചുമന്നു കൊണ്ടുപോകുന്നത്? ആരാണ് ആ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത്? എന്റെ മുത്തുനബിയല്ലേ. പിന്നെ എന്തിനാണ് ഞാനിവിടെ വെറുതെ ഇരിക്കുക? എന്റെ റസൂൽ ആ കല്ല് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. വൈത്തുപാടിയിട്ട് സഹാബികൾ കല്ലെടുക്കാൻ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. തടഞ്ഞു നിർത്തുകയാണ്. മുത്ത് റസൂൽ കല്ല് കൊണ്ടുപോകുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു തടഞ്ഞു നിർത്തുകയാ. നബിയേ, അങ്ങ് കല്ല് ചുമക്കാനുള്ള ആളല്ല നബിയേ, അങ്ങ് കല്ല് ചുമക്കാനുള്ള ആളല്ല നബിയേ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാനും നിങ്ങളോടൊപ്പം ജോലി ചെയ്യാനുള്ളവനല്ലേ. അല്ലാഹുവിന്റെ പള്ളി വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലുതാണ്. അല്ലാഹുവിന്റെ ഇൽമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന പ്രതിഫലം വലുതാണ്. ഇത് പറഞ്ഞിട്ട് റസൂൽ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കല്ല് വെച്ചിട്ട് അടുത്ത കല്ലെടുക്കാൻ വേണ്ടി നടന്നു വരുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു രണ്ട് കല്ലും കൊണ്ടങ്ങോട്ട് നടന്നു പോവുകയാ. തോളത്ത് രണ്ട് കല്ലിരിക്കുകയാ. നബി തങ്ങൾ ചോദിച്ചു, അമ്മാറേ, നബി തങ്ങൾ ചോദിച്ചു, അമ്മാറേ, എന്തിനാണ് നീ രണ്ട് കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത്? രണ്ട് കല്ല് ചുമന്നു കൊണ്ടുപോകുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ നീ രണ്ട് കല്ല് ചുമക്കുന്നത് അമ്മാറേ? അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എല്ലാവരും ഒരു കല്ല് ചുമക്കുമ്പോ ഞാൻ എന്തിനാണ് രണ്ടെണ്ണം ചുമന്നതെന്നറിയോ? ഇതൊന്നും അങ്ങയുടെ കല്ലാണ് നബിയേ. ഇനി അങ്ങ് കല്ല് ചുമക്കാൻ പാടില്ല. ഇനി അങ്ങ് ഭാരമുള്ള കല്ല് തോളത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല നബിയേ, പാടില്ല നബിയേ, പാടില്ല നബിയേ. ഇനി അങ്ങയുടെ കല്ല് കൂടി ഞാൻ എടുത്തുകൊള്ളാം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. ഫമസഹ വഹ്റഹു. അല്ലാഹുവിന്റെ റസൂൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ ഇങ്ങനെ കൈകൊണ്ട് തടവി കൊടുത്തുവെന്നാ. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ ഇങ്ങനെ കൈകൊണ്ട് തടവി കൊടുക്കുമെന്ന. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാറേ, ലിന്നാസി അജ്റുൻ വലക അജ്റാ. എല്ലാ ജനങ്ങൾക്കും ഒരു പ്രതിഫലമേ ഉള്ളൂ അമ്മാറേ, എല്ലാ ജനങ്ങൾക്കും ഒറ്റ പ്രതിഫലമേ ഉള്ളൂ അമ്മാറേ. വലക അജ്റാ, നിനക്ക് മാത്രം രണ്ട് പ്രതിഫലമാണ്, നിനക്ക് മാത്രം രണ്ട് പ്രതിഫലമാണ് അമ്മാറേ. എല്ലാവർക്കും ഒരു പ്രതിഫലമാണ്, നിനക്ക് മാത്രം രണ്ട് പ്രതിഫലമാണ്. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത സന്തോഷമായി. ആ മസ്ജിദുൻ നബവിയാണ് ഞാനും നിങ്ങളും ഇന്ന് കാണുന്ന മദീനയുടെ മനോഹരമായ മണവാളനായി ഒരുങ്ങി നിൽക്കുന്ന മസ്ജിദുൻ നബവി. അല്ലാഹുവേ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി നിവരുന്ന മനോഹരമായ കുടകളുള്ള, പച്ചക്കുപ്പയുടെ പൂനിലാവുള്ള, വർണ്ണശബളമായ കാഴ്ചകളുള്ള, അല്ലാഹുവേ, മനസ്സിന് സായൂജ്യം പകരുന്ന മനോഹരമായ അന്തരീക്ഷമുള്ള മദീനയുടെ മസ്ജിദുൻ നബവി എത്ര വൃത്തിയാക്കിയാലും തീരാറ്, എത്ര പൊടി തുടച്ചാലും തീരാറ്. നിരന്തരം നൂറുകണക്കിന് ആയിരക്കണക്കിന് ജോലിക്കാർ ഓരോ തൂണും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ മസ്ജിദുൻ നബവി. ആയിരക്കണക്കിന് ബൈത്തുകൾ എഴുതി വെച്ചിരിക്കുന്ന, കവിതകൾ എഴുതി വെച്ചിരിക്കുന്ന, പേരുകൾ എഴുതി വെച്ചിരിക്കുന്ന, ചരിത്രമുല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന മസ്ജിദുൻ നബവിയുടെ ചുമരുകളുണ്ടല്ലോ. അതിന്റെ ആദ്യത്തെ പണി നടത്തിയത് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തളരണ്ട പ്രിയപ്പെട്ടവരെ, തളരണ്ട. ഒരു കല്ല് വെക്കാനെങ്കിലും നമുക്ക് കഴിയട്ടെ. ഈ മദ്രസയ്ക്ക് വേണ്ടി ഒരു കല്ല് വെക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ മസ്ജിദിന് വേണ്ടിയിട്ട് ഒരു കല്ല് വെക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനെ കയ്യിലിരിക്കുന്ന കവറ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടല്ല, ഒരു 1000 രൂപ പടച്ചവരെ ഞാൻ കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുക. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണയല്ല. മദീനയുടെ സൗകുമാര്യതയുടെ, മദീനയുടെ സുഗന്ധത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു മനോഹരമായ ഉദാഹരണമാണ് അല്ലാഹുവിന്റെ റസൂൽ എവിടെയെങ്കിലും യാത്ര പോയിട്ട് ഇദാ ഖദിമ മിൻ സഫറിൻ, യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ മദീന, മദീനയുടെ അടയാളങ്ങളും മദീനയുടെ ഈന്തമരങ്ങളും റസൂലുള്ള കണ്ടാൽ, ഒട്ടകപ്പുറത്തിരുന്ന് ഇങ്ങനെ വരുമ്പോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മദീനയുടെ അതിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടാൽ പെട്ടെന്ന് മദീനയിലേക്ക് എത്താൻ വേണ്ടി ഒട്ടകത്തെ സ്പീഡിന് വിടുമായിരുന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മദീനയെ ഇത്തിരി ദൂരത്തിൽ നിന്നുകൊണ്ട് മദീനയുടെ കൂമ്പോട്ട് ഇങ്ങനെ കണ്ടാൽ തന്നെ ഒട്ടകത്തെ പിന്നെ സ്പീഡിൽ അങ്ങോട്ട് വിടും. എന്തിനാണ്? എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയാ. ആ സമയം നഷ്ടപ്പെടാതിരിക്കാൻ. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളൊക്കെ മനോഹരമായി പാടുന്നത് ഇഷ്ടം മദീന എന്നിഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേഗം മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേഗം മദീന ഇഷ്ടം മദീന യുന്നിഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. അല്ലാഹുവേ ഞങ്ങളെ കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. എല്ലാവർക്കും കഴിയൂല പ്രിയപ്പെട്ടവരെ. എത്രയോ ആളുകൾ മദീനത്ത് പോകാൻ വേണ്ടി പൈസ കൂട്ടിവെച്ച് അവസാനമായ യാത്രയ്ക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയോ ആളുകൾ മദീന എന്ന മനസ്സിനെ സ്വപ്നം കൊണ്ട് നടന്നിട്ട് അവസാനം ആ സ്വപ്നം നടക്കാതെ മരണപ്പെട്ടു പോയവരുണ്ട്. എത്രയോ ആളുകൾ മക്കത്ത് പോകാൻ പൈസ കൂട്ടിവെച്ചിട്ട് അവസാന സമയമാകുമ്പോഴല്ല ആ മക്കാ യാത്ര നടക്കാതെ മരണപ്പെട്ടു പോയവരുണ്ട്. എന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സാധുവാന സഹോദരൻ എപ്പോഴും പറയുന്നതാണ്, ഉസ്താദേ എനിക്ക് മദീനയാണ് ലക്ഷ്യം, എന്റെ ജീവിത ലക്ഷ്യം മദീനയാണ്. ഓട്ട ഓടിക്കുന്നവനാണ്, സാധുവാണ്, പാവപ്പെട്ടവനാണ്. ആ മനസ്സും കൊണ്ട് ആ മനസ്സും കൊണ്ട് പടച്ചവനെ, ആ മനസ്സും കൊണ്ട് തമ്പുരാനെ, ആ പ്രിയപ്പെട്ട സഹോദരൻ മദീനയെ മനസ്സിന്റെ അകത്ത് വെച്ചുകൊണ്ട് നടന്നതാണ്. നമുക്കറിയാം തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ഓട്ടോ ഓടിക്കുമ്പോൾ എത്ര രൂപയാണ് കിട്ടുന്നതെന്നറിയാം. ഓരോ ദിവസവും കിട്ടുന്നത് കൊണ്ട് ഒന്ന് കൂട്ടിവെക്കുമ്പോ ആ സഹോദരന്റെ പൊന്നുമോന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന് പലപ്പോഴും വള്ളക്കടവ് പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ഫലം വരുമ്പോ പറയലുണ്ട്, സാറേ എന്റെ വാപ്പച്ചിയുടെ ആഗ്രഹം നടക്കാൻ നിങ്ങളൊന്ന് ദുആരക്കുക. പൈസ കൂട്ടി വെച്ചിരിക്കുന്ന പെട്ടി ഇവിടെ അടുത്ത് വന്നിരുന്നിട്ട് എന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സ്വലാത്താണത്രേ. അവസാനം 1.25 ലക്ഷം രൂപയോളം അതിനകത്തായപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, സാറേ ഏതെങ്കിലും ഒരു ഉംറയ്ക്ക് പോകുന്ന ഗ്രൂപ്പിനെ ഒന്ന് ബന്ധപ്പെടുത്തി തരിക, എനിക്ക് സമയമായെന്ന് തോന്നുന്നു എന്നൊക്കെ തീരുമാനമെടുത്തതാണ്. പെട്ടെന്നൊരു ദിവസം ആ പൊന്നുമോനോടി വരികയാണ്, സാറേ എന്റെ വാപ്പക്ക് മദീനത്ത് പോകാൻ കഴിയില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ആ പൊന്നുമോൻ പറയുകയാണ്, എന്റെ വാപ്പുമ്മാക്ക് ക്യാൻസർ രോഗമാണ്, വാപ്പയുടെ ഉമ്മാക്ക് ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞു അത്രേ. ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചി ഓടി വന്നത് മദീന കാണാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പൈസപ്പെട്ടി എടുക്കാനാണ്. ആ പൈസ മുഴുവനും എന്റെ പൊന്നാര വാപ്പച്ചി ഉമ്മയുടെ ക്യാൻസർ രോഗം മാറാൻ വേണ്ടി ചികിത്സയ്ക്ക് കൊടുക്കാൻ പോകുന്നു. സാറേ ഒന്ന് പറയുമോ സാറേ, എന്റെ വാപ്പച്ചി മദീനയ്ക്ക് വേണ്ടി എത്രയോ നാളുകൊണ്ട് സ്വലാത്ത് ചൊല്ലി കാത്തു വെച്ചിരുന്നതല്ലേ, ഒന്ന് പറയുമോ സാറേ. ആ പ്രിയപ്പെട്ട പിതാവിനോട് സംസാരിക്കുന്നു. ആ സഹോദരൻ പറഞ്ഞു, സാറേ നിങ്ങളല്ലേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളല്ലേ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സുഖമില്ലാതെ ഉമ്മയുടെ അടുത്തിരുന്നുകൊണ്ട് കാലതടവി കൊടുക്കുമ്പോ, വെള്ളം കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി കർണം എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് മുത്തറസൂലിന്റെ നാട്ടിലേക്ക് പോകുന്നവരെ കാണുമ്പോ കരഞ്ഞിട്ട് എനിക്ക് വരാൻ കഴിയുന്നില്ല, എന്റെ സലാമെന്ന് പറഞ്ഞിരിക്കണം. ഞാൻ വന്നാൽ എന്റെ ഉമ്മച്ചിക്കാരുമില്ല, ഞാൻ അവിടെ പോയി വരുന്നതിനിടയിൽ എന്റെ ഉമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ട് കരഞ്ഞ റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ചൊല്ലി പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഉവൈസുൽ ഖർനിയുടെ ചരിത്രം പഠിപ്പിച്ച ഉസ്താദേ, റസൂലിനെ കാണാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വന്നെങ്കിലും ഭാഗ്യവാനല്ലേ. അള്ളാഹു എത്ര ഭാഗ്യമാ കൊടുത്തത്. അതുകൊണ്ട് എനിക്കെന്റെ ഉമ്മച്ചി വലുതല്ലേ.
എനിക്കെന്റെ ഉമ്മ വലുതല്ലേ? ഉമ്മാടെ കണ്ണീരിന് മുന്നിൽ ഉസ്താദേ എനിക്ക് വേറൊന്നും വേണ്ട. ആരംഭ റസൂലിന്റെ മനസ്സറിയാമല്ലോ. ഞാൻ നടന്നുകൊണ്ടവിടെ എത്തിയില്ല എങ്കിലും എന്റെ മനസ്സറിയുന്ന മുത്ത് റസൂല് എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടുപോയി. നാളുകൾ ഒരുപാട് കഴിഞ്ഞുപോയി. ആ പ്രിയപ്പെട്ട സഹോദരൻ വീണ്ടും ഒരുപാട് പൈസ ഉണ്ടാക്കി വെക്കുകയാണ്. ഏതൊക്കെ നിലയിൽ കാശ് കിട്ടുമോ അതൊക്കെ സ്വരൂപിച്ചു വെക്കുകയാണ്. വീണ്ടും ഒരു പരിശ്രമം നടത്തുകയാണ്. മനസ്സു നിറച്ചു മദീനയാണ്. ജനങ്ങൾ പറയുന്ന മദീനയുടെ ചിത്രം ഇങ്ങനെ മനസ്സിലേക്ക് നിറഞ്ഞു വരികയാണ്. പച്ചക്കുപ്പയുടെ കഥ പറയുമ്പോ, മിനാരങ്ങളുടെ കഥ പറയുമ്പോ, സൗന്ദര്യത്തിന്റെ കഥ പറയുമ്പോ, ഖിറാത്തിന്റെ കഥ പറയുമ്പോ, സംസമിന്റെ കഥ പറയുമ്പോ, അവിടെ അന്തരീക്ഷത്തിന്റെ ആത്മീയാനുഭൂതിയുടെ നിർവൃതിയുടെ മനോഹരമായ സുരഭിര നിമിഷങ്ങളുടെ രംഗം വെച്ച് ചിത്രീകരിക്കുമ്പോ, വർണ്ണിച്ചു കൊടുക്കുമ്പോ സഹിക്കാനാണ് വീണ്ടും പണം ഇങ്ങനെ സ്വരൂപിച്ചു വെക്കുകയോ. അവസാനം അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്നുമോൻ പറഞ്ഞു, സാരമില്ല, ശരിയായി, ഇപ്പോഴെങ്കിലും വാപ്പയ്ക്ക് ആഗ്രഹം നടന്നാ മതിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോ പെട്ടെന്ന് ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിൽ വന്നിട്ട്, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെയും എന്റെ കുടുംബത്തെയും ഒരു യതീമായ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഉസ്താദേ, നിങ്ങളവിടെ വരണം കേട്ടോ, ആ കല്യാണത്തിന് പങ്കെടുക്കണം. പാവപ്പെട്ടവരല്ലേ, സ്വാഭാവികമായും ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ എനിക്ക് പേടിയും പ്രയാസവുമാണ്. കാരണം ഒരുപാട് സ്ത്രീകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മൊബൈലിലൂടെ ഫോട്ടോ എടുത്തു പോയാൽ ആ ഫോട്ടോയ്ക്കകത്തൊരു പെണ്ണിന്റെ തട്ടമോ മുടിയോ ശരീരമോ വന്നു പോയാൽ പിന്നെ കോഴിക്കോട് ജില്ലയിലെ വാട്സപ്പ് കളിക്കുന്ന നാലാംകിട ഗുണ്ടകളെ പോലെ ആലമീങ്ങളെ ചവിട്ടിത്തേക്കുന്ന എംബോക്കുകൾക്ക് പിന്നെ സന്തോഷിക്കാൻ ഇതിൽ പരം വേറെ സമയം വേണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു അനാവശ്യത്തിന് തുടക്കം കുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കല്യാണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാ പതിവ്. പക്ഷേ ഇത് പാവപ്പെട്ട യതീമായ കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോ മനസ്സിന്റെ അകത്ത് സങ്കടം വന്നുപോയി. അല്ലാഹുവേ, അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടി പോയി. ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കുറിച്ച് ആ സഹോദരന്റെ മകൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, സാറേ, ഈ യതീമായ കുട്ടിയുടെ ശരീരത്ത് കിടക്കുന്ന സ്വർണം മുഴുവനും എന്റെ വാപ്പച്ചി വാങ്ങിക്കൊടുത്തതാണ്. ഈ കല്യാണത്തിന്റെ ചിലവ് മുഴുവനും നിന്റെ വാപ്പച്ചിയാ നടത്തുന്നത്. എന്ത് പറ്റി? നിന്റെ വാപ്പാക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള കാശെന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, മദീനത്ത് പോകാൻ വെച്ചിരുന്ന അടുത്ത കാശാണ്, രണ്ടാമത് വീണ്ടും ഒരുക്കി വെച്ചിരുന്ന കാശാണെന്ന് പറയുമ്പോ ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തി പിടിച്ചതാണോ? എന്തിനാണ് കൂട്ടിവെക്കുന്ന പൈസ ഇങ്ങനെടുത്ത് കളയുന്നതെന്ന് ചോദിക്കുമ്പോ ആ സഹോദരനോട് പറഞ്ഞു തന്നത് മഹാനായ മൂഫക്കറിയാവുന്നതിന്റെ ചരിത്രമാണ്. ഉസ്താദേ, നിങ്ങളല്ലേ പ്രസംഗിച്ചിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് മൂഫക്കിന്റെ ചരിത്രം പഠിപ്പിച്ചത്. ഇതിനകത്ത് എന്നെ പോലെ റസൂലുള്ളാഹിയുടെ മദീനത്തെത്താൻ വേണ്ടി പൈസ കൂട്ടിവെച്ചിട്ട് സ്വലാത്ത് ചൊല്ലി കരഞ്ഞ് 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 കരഞ്ഞിരുന്നിട്ട് അവസാനം അയൽവക്കത്തൊരു യതീം പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് മദീന വേണ്ട എന്ന് പറഞ്ഞത് മുഴുവനും കൊണ്ടുകൊടുത്ത മൂഫക്കിന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞില്ലേ? പിന്നെങ്ങനാണ് എന്റെ വീടിന്റെ മുറ്റത്തേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ഈ പൊന്നുമോളെ നിക്കാഹിന്റെ ആവശ്യത്തിന് വേണ്ടി യതീമാന്ന് പറഞ്ഞ് കൈനീട്ടിയപ്പോ ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിന്റെ അകത്ത് 2 ലക്ഷം രൂപ ഒരു പെട്ടിക്കകത്ത് ഞാൻ കൂട്ടിവെച്ചിരുന്നത് അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ യതീമിനെ ഞാൻ പറഞ്ഞു വിടുക? ഞാനത് കാശെടുത്തു സാറേ, ഈ പൊന്നുമോൾക്കുള്ള സ്വർണം വാങ്ങി സാറേ, എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു സാറേ. എനിക്കൊരു പക്ഷേ മദീനത്ത് പോകാൻ അല്ലാഹു ഭാഗ്യം തരില്ലായിരിക്കാം. കഴിഞ്ഞ റമളാൻ 27-ാം രാവിന് ആ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവര്, മദീനത്ത് പോകാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹിയുടെ അടുത്ത് പോകാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങളറിയോ, 27-ാം രാവിന് മരണപ്പെട്ടുപോയ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് കാണാവുന്നവരൊക്കെ സന്തോഷിച്ചു പോയി. എന്തുകൊണ്ടെന്നറിയോ? ജീവിതത്തിൽ ഇങ്ങനെ പ്രകാശിക്കുന്ന ഒരു മുഖം ആ സഹോദരൻ അല്ലാഹു കൊടുത്തിട്ടില്ല. മരിച്ചപ്പോ എന്തോ ഒരു പുഞ്ചിരിയാ, മരിച്ചപ്പോ എന്തോ ഒരു പ്രകാശമാ. എന്തുകൊണ്ടായിരിക്കും ആ സഹോദരൻ ആ ഒരു ഭാഗ്യം അല്ലാഹു കൊടുത്തതെന്ന് എന്റെ കടലുണ്ടി നഗരത്തിൽ വന്ന് പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ടോ?
എന്തുകൊണ്ടാ റമളാൻ 27 രാവിലെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെടുമ്പോ ആ മുഖം ഇത്രോത്തോളം പ്രകാശപൂരിതമായത് എന്തുകൊണ്ടാ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ പേരില് മദീനയിലേക്ക് പോകാൻ കഴിയാതെ മനസ്സ് വിമ്മിപ്പൊട്ടിക്കഴിഞ്ഞപ്പോ അവസാനം മദീനയുടെ നായകൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ചെറ്റക്കൂരയിലേക്ക് മടങ്ങി വന്നിരിക്കുമോ അറിയില്ല. ഉപ്പിനബിതങ്ങളെ കണ്ടിരിക്കുമോ അറിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടാണോ മരിച്ചതറിയില്ല. അല്ലെങ്കിൽ ആ മുഖം ഇത്ര സന്തോഷിക്കാൻ വേറെ കാരണമെന്താ? ഇല്ലെങ്കിൽ ആ മുഖം ഇത്ര പ്രകാശിക്കാൻ വേറെ കാരണമെന്താ? പടച്ചവനെ, ഞങ്ങൾക്കും നീയോ ഭാഗ്യം തരണേ അല്ലാ, ആ ഭാഗ്യം തരണേ അല്ലാ. ഈ ലോകത്തിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് മാണിക്യമുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആര് കണ്ടാലും മതി വരാത്ത, ആര് നോക്കിയാലും കണ്ണെടുക്കാത്ത, ആര് വർണ്ണിച്ചാലും തീരാത്ത, ആരെഴുതിയാലും അവസാനിക്കാത്ത ആ മനോഹരമായ ഭൂമുഖത്തെ ഒരു സെക്കൻഡ് ഒന്ന് കാണാൻ പടച്ചവനെ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലോ. അറിയില്ല പ്രിയപ്പെട്ടവരെ, എത്ര പൈസ കൂട്ടി വെച്ചാലും അവിടെ നമുക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. കടക്കണിയിലെ പടുംകുടിയിൽ വീണുപോയാൽ നമ്മൾ പെട്ടുപോയല്ലോ. അവിടെ തിരിഞ്ഞാൽ കടം, ഇവിടെ തിരിഞ്ഞാൽ കടം, അങ്ങോട്ട് പോയാൽ കടം, ഇങ്ങോട്ട് പോയാൽ കടം. അല്ലാഹ് കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. കടം വന്നാൽ പിന്നെ മക്കത്തും മദീനത്തും പോകുന്നതിന് റാഹത്തുണ്ടാവൂല. നമ്മൾ അതിനുവേണ്ടി ഇത്രയും പൈസ മുടക്കുമ്പോ നമ്മുടെ നാട്ടിൽ കടമുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് പ്രയാസമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കടമില്ലാത്ത രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. എല്ലാവരും ആ രീതിയിൽ തന്നെ ദുആരക്കുക. നബിതങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിസ്കരിക്കാതെ, മയ്യത്ത് നിസ്കരിക്കാതെ, ഒരു മയ്യത്തിന്റെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് മയ്യത്തിനെ കൊണ്ടുവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഈ മയ്യത്തിന് കടബാധ്യത വല്ലതുണ്ടോ? അപ്പൊ മോൻ വന്നിട്ട് പറഞ്ഞു, 3 ദീനാറ് കടമുണ്ട് നബിയെ. 3 ദീനാറേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്കത് കൊടുത്തു വിടാനുള്ള സാമ്പത്തികം ഇപ്പൊ ഉണ്ടോ? ഇല്ല നബി, എന്റെ ഇല്ല, ഞാൻ പാവമാണ്. എന്റെ വാപ്പച്ചിയുടെ അനന്തര സ്വത്തായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. ഞങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പ വാങ്ങിയ കടത്തിന്റെ കാശാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ പോവാണ്. എത്ര ബാധ്യതയാണ് കടം എന്ന് പറയുന്നതിന്റെ വലിപ്പം നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ പോവാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന്റെ മുമ്പേ ഇറങ്ങി പോകുമ്പോ ആരംഭ റസൂലിന്റെ കാല് പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മകൻ പറഞ്ഞു, നബിയെ പോകരുത്, അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കാൻ പറ്റുന്നത് എന്റെ വലിയ ഭാഗ്യമാണ്. അതെപ്പോഴും കിടക്കയിൽ, മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ. അതുകൊണ്ട് നബിയെ അവിടുന്ന് പോവല്ലേ നബിയെ, അവിടുന്ന് പോവല്ലേ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മറുപടി കൊടുക്കാൻ നടന്നുപോയി. ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു, അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് നബി തങ്ങളുടെ പിന്നാലെ ഓടി, യാ റസൂലല്ലാഹ്, സാധുവല്ലേ നബിയെ, ആ 3 ദീനാറിന്റെ കടബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നു നബിയെ, ഞാൻ ഏറ്റെടുക്കുന്നു നബിയെ. നിങ്ങളൊന്ന് വന്ന് നിസ്കരിക്കണം നബിയെ. നിങ്ങൾ സ്നേഹിച്ചിരുന്നവനല്ലേ, നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നവനല്ലേ. ആ 3 ദീനാറ് കടം ഞാൻ കൊടുത്തു വീടിക്കൊള്ളാം റസൂലേ. ഇത് പറഞ്ഞ് ഉറപ്പ് കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു നിസ്കരിച്ചു. അന്ന് വൈകുന്നേരം അബൂ ഖത്താദയെ നബിതങ്ങൾ കണ്ടു. നബിതങ്ങൾ വിളിച്ചു, തആല യാ അബൂ ഖത്താദ. അബൂ ഖത്താദ ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ ഖത്താദ, ഇന്ന് രാവിലെ നമ്മൾ നിസ്കരിച്ച ആ മയ്യത്തിന്റെ പേരിലുള്ള ആ 3 ദിനാർ കടം നീ വീഡിയോ? ഇല്ല നബിയെ, മറന്നുപോയി. 3 ദിനാറല്ലേ ഉള്ളൂ, അത്ര ചെറിയ തുകയല്ലേ ഉള്ളൂ, എപ്പോഴും കൊടുക്കാലോ എന്ന് വിചാരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമായി. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ആ പൈസ കൊടുത്തു വിടാതെ ഇനി എന്റെ മുഖത്തേക്ക് അബൂ ഖത്താദ നോക്കാൻ പാടില്ല. അബൂ ഖത്താദ ഇറങ്ങി ഓടി തീക്കട്ടയിൽ ചവിട്ടുന്ന വേദനയോടെ ആ പൈസ കൊടുത്തിട്ട് മടങ്ങി റസൂലുള്ളാഹിയുടെ മുമ്പ് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ മാഫാക്കണം നബിയേ, ആ പൈസ ഞാൻ കൊടുത്ത് വീടിയെന്ന് അബൂ ഖത്താദ റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ ഖത്താദ അൽഹംദുലില്ലാഹ് അൽആന ബർഅ മിനന്നാർ. ഇപ്പോൾ
ഇപ്പോഴാണ് ആ മനുഷ്യൻ കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ മനുഷ്യൻ ഇപ്പോഴാണ് നരകത്തിൽ നിന്ന് കരകയറിയതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 2 ലക്ഷം രൂപയുടെ വീട് വെക്കാനുള്ള ബഡ്ജറ്റ് ഇതിനൊള്ളൂ എങ്കിൽ 20 ലക്ഷം രൂപയുടെ വീടിന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് എഴുതി എന്റെ പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കുന്നത് ആനമണ്ടത്തരമാണ്. നിന്റെ കയ്യിലുള്ളതുകൊണ്ട് ഉള്ളതുപോലെ ജീവിക്കുക. ഇല്ലാതെ അയൽവാസിയെ കണ്ട് അയൽവക്കത്തെ കണ്ട് പെങ്ങളെ എടുത്തു ചാടിയാ നമുക്ക് സഹിക്കാൻ കഴിയൂല. എന്റെ പൊന്നുമോളെ പിന്നെ ജീവിക്കാൻ കഴിയൂല. പിന്നെ നമ്മൾ മരിച്ചുപോയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നമ്മുടെ കടബാധ്യത നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്തു വിടാൻ കഴിയില്ല. അവര് സങ്കടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ അവർ നൊമ്പരപ്പെട്ടു പോകും. സഹോദരങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മദീനയുമായി ബന്ധപ്പെട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണീരിന്റെ ഒരു ദുആ കൂടി പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ നേരത്തെ പിരിയും. കാരണം നല്ല തണുപ്പുണ്ട്, മഞ്ഞാണ്. ഇന്നത് മാത്രമല്ല, നാളെ ഇൻഷാ അല്ലാഹ് ഇതൊരു ദുആ പറഞ്ഞിരുന്നുണ്ട്. മദീന പറയുന്ന ഒരു ദുആ നബി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ മദീനത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ചൊല്ലിയ ദുആ നമ്മളോട് ഇന്ന് ചൊല്ലും. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നമ്മൾ ആരും വലിയ മിടുക്കന്മാരൊന്നുമല്ല. ചില ആളുകൾ ദുആടെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനൊന്നുമില്ല, എന്റെ കാര്യങ്ങളൊക്കെ വല്ല റാഹത്താന്ന് പറയുന്ന പോലെ ആലോചിച്ച് നോക്കി. എന്തായാലും നമുക്ക് ഇവിടെ വന്നിരിക്കാൻ ഇത്രയും സമയം ഇരിക്കാൻ പറ്റി. ഈ ദുആ കൂടി ചൊല്ലിയിട്ട് ഒരുമിച്ച് നമുക്ക് ഇത്ര ചോദിച്ചാലും മതി വരില്ല. അള്ളാഹു അല്ലേ ഒരു മനുഷ്യന് പെട്ടെന്നൊരു മാറ്റവും ഉയർച്ചയൊക്കെ തരുന്നത് അള്ളാഹുവാണ്. നമുക്കറിയാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഞരമ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അണുക്കളുണ്ടോ രക്തത്തിൽ, ഒന്നും നമുക്കറിയില്ല. ടെസ്റ്റ് എടുത്തുമ്പോഴാണ് ഓരോന്നോരോന്നോരോന്ന് തെളിഞ്ഞു വരിക. ഇന്ന് മാരക രോഗങ്ങളാണ് പലർക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറുശ്ശേരി ഉസ്താദിന് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ ദുആ ചെയ്യാൻ 10,000-ങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കണം. പാവപ്പെട്ട നിങ്ങൾക്കിപ്പോ ഇവിടെ SKSSന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരൊക്കെ അഭിമാനത്തോടു കൂടി ബാഡ്ജ് ധരിച്ച് നിൽക്കുമല്ലോ. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇപ്പൊ 2-4 ദിവസം മുമ്പ് അബുദാബിയിലെ നമ്മുടെ ഡിസംബറിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി 31ന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതുപോലെ വിക്കായയുടെ ഒരു യൂണിഫോം ധരിച്ച തളിപ്പറമ്പിൽ ഒരു സഹോദരൻ ഇവിടെ നിൽക്കും. ഞാൻ പറഞ്ഞു, അള്ളാഹു ഇവര് എയർപോർട്ടിൽ കീഴടക്കിയോ പഠിച്ചത്. വിക്കായയുടെ യൂണിഫോം ഒക്കെ ഇട്ട് SKSS ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാം. അത് പറഞ്ഞ അല്ല സാർ, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു ഉംറ ഗ്രൂപ്പ് പോയപ്പോ അവരുടെ പെട്ടിയും അവരുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവര് വെറും ലോഡിംഗ് തൊഴിലാളികളൊന്നും അല്ല അങ്ങനെ വരാൻ. ഉംറയ്ക്ക് പോവല്ലേ, സുഖമില്ലാത്ത ഉമ്മമാരൊക്കെ ഉള്ളത് കൊണ്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇത്രയും ത്യാഗം ചെയ്ത് ഈ പെട്ടിയൊക്കെ ചുമക്കുമ്പോ ഞാൻ ആരാണ്, ഇവൻ ആരാണ് എന്ന് ജനങ്ങൾ നോക്കുമ്പോ എന്റെ മഹാന്മാരെ ഉസ്താദുമാർ ഇഷ്ടപ്പെട്ട ആ പ്രസ്ഥാനത്തിന്റെ ആളാണ് ഞാൻ, അവരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട്. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് അവരെ കുറിച്ച് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ലതുപോലെ അവരെ കുറിച്ച് അറിയാം. ഇവിടുത്തെ ഇടവണ്ണപ്പാറയിലെ പ്രിയപ്പെട്ട ഇവിടെ ഉമറലി ശിഹാബ് ഇവിടെ ഉണ്ട്, പോയെന്ന് എനിക്കറിയില്ല. അവരെ നാട്ടിലൊക്കെ വളർന്നു വെച്ചപ്പോ 10-200ഓളം ഇതുപോലെ കായയുടെ പ്രവർത്തകർ എന്ത് ചെയ്തു, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അവരെപ്പോ വിളിച്ചാലും ചെല്ലാൻ. അതൊരു ഉമ്മ പറഞ്ഞു അത്രേ, ഉമ്മാക്ക് ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു അത്രേ, എന്നെ അല്പം ഒന്ന് ചരിച്ചു കിടത്തി തന്നാ മതി മോനെ, എന്റെ മക്കളാരും എന്നെ വന്ന് നോക്കുന്നില്ല, നിങ്ങളൊന്ന് എന്നെ ചരിച്ചു കിടത്തിയാൽ മതി, എന്റെ മുതുകിൽ എനിക്കില്ലാത്ത വേദനയാണെന്ന് പറഞ്ഞു. അതൊക്കെ ഈ പ്രിയപ്പെട്ട മക്കൾ ചെയ്യുന്നതാണ്, SKSSന്റെ പ്രവർത്തകർ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന പോലെ രാഷ്ട്രീയം വളർത്താനുള്ള ഒരു പ്രവർത്തകരല്ലവര്. അവർ കേവലം നാട്ടിലെ ഫിത്നയിൽ ാനുള്ളവരല്ല. അവർക്ക് ബഹുമാനും ആദരണീയമായ കണ്ണിയത്തുസ്താദിന്റെ പൊരുത്തമുള്ളത് കൊണ്ടാണ് അഭിമാനത്തോടെ അവർ ജീവിക്കുന്നത്. ആ മക്കൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം പടച്ചവനെ ആ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. നാളെ ബഹുമാനും ആദരണീയമായ അത്തിപ്പെട്ട ഉസ്താദ് മാരിവ് കഴിയുമ്പോൾ അദ്ദേഹം വരുമ്പോ ഈ സദസ്സ് സാധാരണ എന്റെ പ്രസംഗം തുടങ്ങുന്ന 9 മണി 9:30 മണിക്ക് നിറയുന്ന പോലെ മാരിവിന്റെ സമയത്ത് ആളില്ലാതിരുന്നാൽ ഉസ്താദിന് സങ്കടവും പ്രയാസമൊന്നുമില്ല. പക്ഷെ ഈ നാടിനതൊരു വലിയ നഷ്ടമായിരിക്കും. ഉസ്താദ് സദസ്സ് കാണുപോലുമില്ല, എത്ര ആളെ വന്നിരിക്കുന്നു, അതൊന്നും ഉസ്താദ് നോക്കൂല, ഉസ്താദിന് ഇഷ്ടമല്ല. ഈ അടുത്ത് ഞാൻ പട്ടാമ്പി പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സമസ്തയുടെ സോദിഖ് ഉസ്താദിന്റെ വീടൊരു പരിപാടിക്ക് പോയപ്പോ അന്നാത്തിപ്പറ്റ ഉസ്താദ് വന്ന് കസേരയിരുന്ന് ഒരു 3 മിനിറ്റ് പ്രസംഗിച്ചു. അള്ളാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ. എന്തായിരുന്നു എന്നറിയോ പ്രസംഗം? ഒരു 10,000 നൗഷാദ് ബാക്കിയുടെ മരണത്തെക്കുറിച്ചുള്ള വാത് കേൾക്കുന്നതിനേക്കാളും എഫക്റ്റ് ഒറ്റ വരി ഉസ്താദ്.
നല്ലതുപോലെ സംസാരം തിരിയില്ലേ, വായിലൊക്കെ ഇങ്ങനെ അസുഖം മറ്റൊക്കെ ആയതുകൊണ്ട് അത്തല ആഫിയത്ത് കൊടുക്കട്ടെ. എന്നാലും ആ മൈക്കിലൂടെ കേട്ടപ്പോ ചങ്ക് കുത്തിപ്പോയി. എല്ലാരും ഒരു കാര്യം ഓർമ്മിച്ചോ, നമ്മൾ എന്തായാലും മരിക്കും, അത് ഉറപ്പാണ്. ഒറ്റ വാക്ക് ഇതേ പറഞ്ഞു. എന്തൊരു വ്യക്തിയാണ് അവര് പറയുന്ന എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലല്ല, കളിച്ച് ഇരിച്ച് നമ്മൾ നടക്കണ പോലല്ല. അള്ളാഹു ഒരു വാക്ക് അനാവശ്യമായിട്ട് പറയില്ല. തറയിലിരുന്ന് ഭക്ഷണം കഴിക്കൂല, അറിയാതെ പോലും ഇടത്തെ കൈകൊണ്ട് വെള്ളത്തിലൊന്ന് തൊടുപോലുമില്ല. ഭക്ഷണപാനീയങ്ങൾ ഇടത്തേക്ക് ആ ഭാഗത്തേക്ക് ഒന്നുമില്ല. ഒരു തരി ഭക്ഷണം കളയില്ല. സുന്നത്തിന്റെ രാജകുമാരനാണ് അള്ളാഹു താല. ഇവിടെ വരാൻ അള്ളാഹു നാളെ ആഫിയത്തും തൗഫീഖും കൊടുക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തുന്നതിന് ഇതുവരെ ശരിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അള്ളാഹു ആരോഗ്യം കൊടുത്താൽ വരികയും ചെയ്യും, പ്രയാസമൊന്നുമില്ല. അങ്ങനെ മാറി നിൽക്കുന്ന ആളൊന്നുമല്ല. അള്ളാഹു ഇവിടെ വരാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. വന്ന് നമുക്കൊരു ദുആ കിട്ടിയ വലിയ ഭാഗ്യമല്ലേ. അപ്പൊ നാളെ മഗ്‌രിബിന് ഉസ്താദത്തും ഒരു 7:30 മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാദം നമുക്ക് നേരത്തെ തുടങ്ങാൻ പറ്റും. ഇന്ന് തുടങ്ങിയ പോലെ 9:45 9:00 ആവണ്ട, നേരത്തെ തുടങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങൾ നേരത്തെ വന്നാൽ നാളെ ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. മസ്റഅത്തു സൽമാൻ, മദീനയിലെ ഒരു തോട്ടമാണ് സൽമാന്റെ തോട്ടം, മസ്റഅത്തു സൽമാൻ. ഇനി നിങ്ങൾ മദീനത്ത് പോയാൽ മസ്റഅത്തു സൽമാൻ നിങ്ങൾ കാണാൻ പോകണം. എന്നിട്ട് അതിന്റെ മുമ്പ് പോയി നിന്നിട്ട് ഈ ചരിത്രം നിങ്ങൾ ഓർക്കണം. വളരെ മനോഹരമാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ മദീന എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി വീട്ടിൽ നിന്നും ഏറ്റവും വലിയ കുടുംബത്തിൽ നിന്ന് ഓടുന്നതിനിടയിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, കണ്ണീരുകൾ, വലിയ സങ്കടങ്ങൾ, അതൊക്കെയും സഹിച്ച് അവസാനം മദീനത്തെത്തുന്നു, നിബിധങ്ങളെ കാണുന്നു. വലിയ ഒരു ഈന്തപ്പനത്തോട്ടത്തിന്റെ ചരിത്രം. ആ തോട്ടം ഇന്നും മദീനത്തുണ്ട്. ആ തോട്ടം നമ്മളോട് പറയുന്ന ഒരു കഥയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കഥ. പിന്നെ മദീനയിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് അഹ്ലു സുഖത്തിന്റെ ആളുകളാണ്, അവരുടെ കഥ. അതൊക്കെ നമുക്ക് നാളെ പറയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മദീനയുടെ മനോഹരമായ മലർവനി പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മനോഹരമായ കടൽ കിടകരത്ത് ധന്യമാക്കി വന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതാര് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാ, അതാര് പറയുന്ന പ്രാർത്ഥനയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു തആല അൻഹാ ജന്നത്തുൽ ബഖീയിലേക്ക് പോകുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സ്ഥലം കാണാം. സൂഫിയാക്കൾ പറയുന്ന യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബർ എവിടെയല്ല, പിന്നെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്താണ്, മുത്തുനബി തങ്ങൾ കിടക്കുന്ന റൗളയുടെ തൊട്ടടുത്താണ്. അപ്പൊ ജന്നത്തുൽ ബഖീയിലുള്ളതോ അത് പൊതുജനങ്ങൾ അറിയാൻ വേണ്ടി അവിടെ ഒരു ഖബറാണ്, അല്ലാതെ ഫാത്തിമയെ മാറ്റിക്കിടത്തൂല്ല. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ മാറ്റിക്കിടത്തൂല്ല. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ എത്രയോ പട്ടിണി കിടന്നിട്ടുണ്ട്. ആ പട്ടിണി മദീന കണ്ടിട്ടുണ്ട്. ഇന്ന് മദീനത്ത് പോയിട്ട് ആഡംബരം ചിന്തിക്കുന്ന പെണ്ണ്, ഇന്ന് മദീനത്ത് പോയി കാലാവസ്ഥ പിടിക്കുന്നില്ല എന്ന് പറയുന്ന പെണ്ണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മദീനയുടെ മുറ്റത്തിരുന്ന് എത്രയോ കരഞ്ഞവളാണ്. ഉപ്പാ വിശക്കുന്നു ഉപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പൊന്നുമോളെ, സ്വർഗ്ഗത്തിലെ ഉന്നതമായ ഭക്ഷണം കിട്ടാനാണ് സഹിക്കുക. അവസാനം 5 ആട്ടിൻകുട്ടികളെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് ഉറപ്പായ രാത്രിയില് ആരംഭ റസൂലിന്റെ അടുത്തേക്ക് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുകയാണ്, ചൊല്ലു ഫാത്തിമ, ചൊല്ലു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിനോട് നിന്റെ സങ്കടം പറഞ്ഞാ തരും ഫാത്തിമ. ഒരു 5 ആടിനെ കിട്ടിയാൽ അത് നമുക്ക് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൊടുത്താൽ കുറച്ച് കാശ് കിട്ടുമല്ലോ, നമ്മുടെ കാര്യം നടക്കുമല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ സങ്കടത്തോടെ മനസ്സില്ലാ മനസ്സോടെ നബി തങ്ങളോട് നബിയെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫാത്തിമ, നീ വന്ന സമയം കറക്റ്റ് സമയമാണ്, നല്ല സമയമാണ്. ഈ 5 ആടുകളെ നിനക്ക് തരാൻ പൊന്നുമോള്, ഇത് വിറ്റിട്ട് കിട്ടുന്ന കാശുകൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമായി. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫാത്തിമ, ദുനിയാവിലും ആഖിറത്തിലും ഇതിനേക്കാ നീ സന്തോഷിക്കുന്ന ഒരു ദുആ കൂടി ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഫാത്തിമ. അതൊരു 5 വരി ദുആയാണ്. ആ 5 വരി ദുആ വേണമോ? ഈ 5 ആടുകളെ വേണമോ? ആ 5 വരി ദുആ വേണമോ? അതല്ല ഈ 5 ആടുകളെ വേണമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ ഹബീബല്ലാഹ്,
ആ 5 വരി ദുആ കൊണ്ടുള്ള നേട്ടം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ പൂർണ്ണമായ തൃപ്തിയുടെ തണലുണ്ടാകും, അല്ലാഹു കൈവിടിയൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നാൽ എനിക്ക് ആട് വേണ്ട നബിയേ, എന്നാൽ എനിക്ക് ആട് വേണ്ട നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ച ദുആ മതി. അവിടുന്ന് പറയണം, റസൂലേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത ദുആ, മദീനയുടെ മുറ്റത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദുആ. മദീനയിൽ ദാരിദ്ര്യമോ കഷ്ടപ്പാടും വന്നപ്പോ ചെറ്റക്കൂരക്കകത്ത് കിടന്നുകൊണ്ട് മുത്തു ഫാത്തിമ ചൊല്ലിയ ദുആ. ആ ദുആ പഠിച്ചിട്ട് മദീനയുടെ കഥ പറയുന്ന മദീനയുടെ 1-ാം ഭാഗത്തോട് അവസാനിച്ച് പിരിഞ്ഞു പോകുമ്പോ ആ ദുആ, എന്റെ പെങ്ങളെ, 7 മണി കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലം മുഴുവനും നിറഞ്ഞു കവിഞ്ഞ് അവസാനം പുരുഷന്മാർക്ക് ഇരിക്കാനുള്ള കസേര കൂടി കൈയടക്കിയ എന്റെ സ്നേഹസമ്പന്നരായ പെങ്ങളെ, ആ ദുആ പഠിച്ചിട്ട് നമുക്ക് പിരിയാമെന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് വെറുതെ അങ്ങ് പഠിച്ചാൽ പോരാ, അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണം നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹിന്റെ കോടതിയിൽ വലിയ നേട്ടം കിട്ടുന്ന ദുആയായിട്ട് ഇത് മാറണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. പിരിവിലേക്ക് കടക്കുന്നില്ല, പക്ഷെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഒരാളൊരു സ്വതക്ക നൽകി ആ വ്യക്തിയുടെ മനസ്സിന്റെ നന്മ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ദ്വാരക്കാൻ പോവാം. 1 ലക്ഷം രൂപ ഒരു സഹോദരൻ പറഞ്ഞു, പേരൊന്നും പറഞ്ഞിട്ടില്ല, സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട്, മദ്രസയ്ക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ ഇന്ന് അതിനുവേണ്ടി മാത്രം ഒരു ദുആ ചെയ്യും. നാളെ വരുമ്പോൾ നിങ്ങൾ ആ കവറിൽ ഒരു 1000 രൂപ വസ്തു വാങ്ങാനാവുമ്പോൾ നമുക്കിങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയ ചെലവും മൈക്കിന്റെ ചെലവ് കൊടുക്കാനൊന്നും അല്ല, വസ്തു വാങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് മദ്രസക്ക് വേണ്ടി വസ്തു വാങ്ങാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി 1000 രൂപ, അത് അതിനുവേണ്ടിയേ ചെലവഴിക്കാവൂ എന്ന് ഞാൻ ഈ സംഘാടകരോട് പറയുന്നു. നിങ്ങളും അങ്ങനെ നിയ്യത്ത് ചെയ്യണം. അത് വേറെ ഒന്നിനും ചെലവഴിക്കാൻ പാടില്ല. ആ മദ്രസ നടത്താൻ വേണ്ടി, വസ്തു വാങ്ങാൻ വേണ്ടി. അപ്പോ നിബിധങ്ങൾ പറഞ്ഞതുപോലെ ഒരു കല്ല് വെച്ച കൂലിയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമല്ലോ. നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ പല സ്ഥലത്തും നമ്മുടെ ഒരു ബറക്കത്തിന് കിടക്കട്ടെ. പാർട്ണർഷിപ്പ് ബിസിനസ് പല സ്ഥലത്തും ഉള്ളത് കൊണ്ടാണ് പലരും കോടീശ്വരന്മാരാകുന്നത്. നമുക്കും അങ്ങനെ ആത്മീയതയുടെ ഒരു പാർട്ണർഷിപ്പ് കിടക്കട്ടെ. മദ്രസയുടെ, യത്തീംഖാനയുടെ, പള്ളിയുടെ, സ്ഥാപനങ്ങളുടെ ഒരു വരുമാനം നമുക്ക് അള്ളാന്റെ കോടതിയിൽ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടക്കുമ്പോഴാണ് അതിന്റെ പുണ്യം നമ്മൾ അറിയാം. നമുക്കറിയാൻ പറ്റില്ല. അവിടെ ഇരുട്ടിനകത്ത് നമ്മളെ കൊണ്ട് കിടത്തുമ്പോഴാണ് അതൊക്കെ നമ്മൾ അറിയാം. അതുകൊണ്ട് നിയ്യത്ത് ചെയ്യും. നാളെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് കൊണ്ടുവരാൻ മനസ്സ് വെക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അത്രയും രൂപ ഉണ്ടെങ്കിലേ വരാവൂ, അങ്ങനെ ഇടാവൂ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നടപ്പും എനിക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി കുറഞ്ഞ കുറെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഉള്ളതുപോലെ ചെയ്യാം. നിങ്ങളുടെ മനസ്സറിയുന്ന അള്ളാഹുവാണ്. അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരും, നിങ്ങൾ വിഷമിക്കണ്ട. സഹോദരിമാരൊക്കെ കാര്യമായി ചെയ്യണം. എല്ലാവർക്കും കവർ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു കവർ നിങ്ങൾ തന്നെ വാങ്ങിയിട്ടിട്ടുകൊണ്ട് പറ്റമെങ്കിൽ, ചിലപ്പോൾ ഇത്രയും സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിക്കാണില്ല. കിട്ടിയില്ലെങ്കിൽ ഒരു കവർ, ഒരു രൂപ കൊടുക്കുമ്പോൾ ഒരു ചെറിയ വെള്ള കവർ കിട്ടും. അതിനകത്ത് ഇൻഷാ അല്ലാഹ് ഒരു 1000 രൂപ ഇട്ടിട്ട് ഇത് മദ്രസയ്ക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി മാത്രം എന്ന് വേണമെങ്കിൽ അതിന്റെ മുകളിൽ എഴുതിക്കോ. അങ്ങനെ ചെയ്യാവൂ, അതങ്ങനെ വിനിയോഗിക്കാവൂ. അത് തങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അങ്ങനെ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാകുമ്പോൾ ഒരു വലിയ, നമുക്ക് അതിനൊരു വലിയ ആശ്വാസമാകും. എങ്കിലും തുടങ്ങി വെക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ ഒരു സഹോദരൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ഇവിടുത്തെ സയ്യിദന്മാരുടെ മുഴുവനും പൊരുത്തം ആ പ്രിയപ്പെട്ട സഹോദരന് നീ കൊടുക്കണേ അല്ലാ. 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ പടച്ചവനെ ഈ മദ്രസയുടെ സ്ഥലം വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ച പ്രിയപ്പെട്ട സഹോദരന് എല്ലാ ഐശ്വര്യവും, എല്ലാ ബറക്കത്തും, എല്ലാ നിഅമത്തും, ബിസിനസിന്റെ പുരോഗതിയും അല്ലാഹുവേ നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആ പ്രിയ സഹോദരൻ അല്ലാഹുവേ ആത്മീയത കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഗുരുത്വം കൊടുക്കണേ അല്ലാ. തങ്ങന്മാരുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഒരിക്കലും നീ സാമ്പത്തിക നഷ്ടം കൊടുക്കല്ലേ അല്ലാ. നഷ്ടം കൊടുക്കല്ലോ, നഷ്ടം കല്ലേ അല്ലാ. നബി മുഹമ്മദ് ഇൻഷാ അല്ലാഹ്
എല്ലാ മജ്ലിസിലും ആ സഹോദരന് വേണ്ടി ഞാൻ ദ്വാരക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും വരണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാളെ നേരത്തെ എത്തും, ഒരു 90% ഞാൻ നാളെ നേരത്തെ എത്തും എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹമുള്ളവരെന്ന് കൈ ഉയർത്തി നോക്കട്ടെ. നാളെ ആളിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഉസ്താദിന് ധൈര്യമായിട്ട് മരുന്നിൽ വരാൻ പറയാമല്ലോ, അതുകൊണ്ടാണ്. എത്ര ആളുണ്ടാവും നോക്കട്ടെ, അതിന് വേണ്ടിയാണ്. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ, അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. കൈ ഉയർത്താത്തവർ നാളെ വരണമെന്നല്ല, ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടാണ്. അപ്പോ പരമാവധി ശ്രമിക്കുക. കാരണം അത്തിപ്പറ്റ ഉസ്താദിനെ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് എനിക്ക് അള്ളാഹിനോട് സമാധാനം പറയാൻ പറ്റൂല. അതുകൊണ്ട് ഉസ്താദ് ഒരു 7 മണിക്ക് സ്റ്റേജിൽ വന്നാൽ ഈ കൈ ഉയർത്തിയവർ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാവണം. ഇനി ഉസ്താദ് 8 മണി ആയിപ്പോയാൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല, ഉസ്താദുമാരാണ്. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, വന്നില്ലെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഹാൽ എങ്ങനെയാണ്. ദുനിയാവിന് വേണ്ടി ഓടുന്നവരൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ല. തൂക്കി നോക്കിയാൽ ഒരു 30 കിലോ വരും. പക്ഷെ ഈമാൻ തൂക്കി നോക്കിയാൽ 300-ൽ കൂടുതൽ ആളുകളുടെ ഈമാൻ തൂക്കിയാലും ചിലപ്പോൾ അത്ര ഭാരമുണ്ടാവൂല. അത്രത്തോളം വലിയ ഈമാനികമായ ബലമുള്ള മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട തിബത്ത് ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മൾ എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ച് നേരത്തെ എല്ലാ ജോലികളും ഒതുക്കി വെച്ച് നേരത്തെ സഹോദരിമാരൊക്കെ നേരത്തെ വരിക. ഉസ്താദ് വരും, നസീഹത്ത് നടത്തും. ഉസ്താദിന്റെ വിലപ്പെട്ട ദുആ. ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് നാളെ ഞാനങ്ങനെ അടുത്ത് വരുന്ന ഒരുപാട് വർത്തമാനം പറയലില്ല. അതുകൊണ്ട് ഞാനങ്ങനെ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ സംഘാടകരും തങ്ങളും ഉസ്താദിനോട് പറഞ്ഞോളൂ. 1000 രൂപ ഇട്ടുകൊണ്ട് വരുന്നവർക്കും കവർ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് വരുന്നവർക്കും 1000 ഒന്നും കണക്കാക്കണ്ട. ഉസ്താദിനോട് അങ്ങനെ പറയില്ല. പക്ഷെ എങ്കിലും നിങ്ങളത് കൊണ്ടുവരണം. ഉസ്താദിനോട് പറയാം, കവറിലൊക്കെ ഈ വസ്തു വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്, ഉസ്താദ് പ്രാർത്ഥനയിൽ അവരെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് ഉസ്താദിനോട് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദ് അതൊക്കെ മനസ്സിൽ കരുതിക്കൊള്ളും. നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് നാളെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹനീയ വേദി പൂർണ്ണമായും മദീനയോട് നമ്മുടെ മനസ്സ് ഇണങ്ങിച്ചേരുന്ന ഒരു വേദിയാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. 5 വരി ദുആ. ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അത് നമ്മൾ ചൊല്ലിയിട്ട് സലാത്ത് ചൊല്ലി ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾ ഇപ്പോഴേ ഇറങ്ങരുത്. നമ്മുടെ ദുആ കഴിയുമ്പോൾ പുരുഷന്മാർ ആദ്യം ഒന്ന് ഇറങ്ങട്ടെ. എന്തായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയും, വിഷമൊന്നും വേണ്ട. പുരുഷന്മാർ ആദ്യം വേഗം ഒന്ന് ഇറങ്ങും ദുആ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് സ്ത്രീകൾ ഇറങ്ങാം. ഈ ദുആ എന്തായാലും പഠിച്ചു നമുക്ക് പഠിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള വരികളാണ്. അത്ര കഷ്ടപ്പാടൊന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ. 5 വരി ദുആ. ഒന്ന്, യാ അവ്വലൽ അവ്വലീൻ യാ അവ്വലൽ അവ്വലീൻ യാ അവ്വലൽ അവ്വലീൻ. 2, യാ ആഖിറൽ ആഖിരീൻ യാ ആഖിറൽ ആഖിരീൻ യാ ആഖിറൽ ആഖിരീൻ. 3, യാ ദൽ ഖുവ്വത്തിൽ മതീൻ. മൂന്നാമത്തെ വരി മാത്രമേ ഉള്ളൂ ഇച്ചിരി നമുക്ക് സാധാരണക്കാർക്ക് പഠിക്കാൻ പ്രയാസം. യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم صل وسلم على رسولك سيدنا محمد خير خلقه ونور عرشه وعلى آله وصحبه وبارك وسلم عليه يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا أرحم الراحمين. കരുണക്കടലായ രാജസീതായ ഗഫൂർ റഹീമായ പടച്ചവനെ, ഞങ്ങളുടെ ഈ മഹനീയമായ വേദിയെ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാഫാക്കണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റിത്തരണേ റഹ്മാനെ.
അള്ളാഹു ഇതൊരു നല്ല വേദിയാണ്. സയ്യിദന്മാരുടെ അകമ്പിടിയുള്ള, മഹാന്മാരുടെ പൊരുത്തമുള്ള, മദീനയിലേക്ക് മനസ്സ് വല്ലാതെ ഇടുകിച്ചേർന്നു പോകുന്ന മാധുര്യത്തിന്റെ വേദിയാണ് തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണേ തമ്പുരാൻ.